നമസ്കാരം, എഡിറ്റേഴ്സ് അവറിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. Flexi, Life Easy, Electronics and Home Appliances. വെള്ളാപ്പള്ളി നടേശന്റെ സമത്വ മുന്നേറ്റ യാത്രയ്ക്ക് തുടക്കം. വിമർശകർക്ക് കാലുകൊള്ളിയ കുരങ്ങന്റെ അവസ്ഥയെന്ന് വെള്ളാപ്പള്ളി. PS-നും പരിഹാസം. അദ്ദേഹം സമാധിയായി. ആ സമാധിയിൽ നിന്ന് ഉണരാനൊരു അവസരം ഈ സമത്വ മുന്നേറ്റ യാത്രയ്ക്ക് സഹായകരമായി എന്നുള്ളതാണ്. യാത്രക്ക് ശംഖുമുഖത്ത് ജലസമാധി ഉണ്ടാകുമെന്ന് നടേശന്റെ സംഘം ശംഖുമുഖത്തുനിന്ന് ജലസമാധിയിലേക്ക് എത്താനാണ് പോകുന്നത്. വെള്ളാപ്പള്ളിയെ കടന്നാക്രമിച്ചു കോൺഗ്രസും. മൈക്രോ ഫിനാൻസ് തട്ടിപ്പിൽ പത്തനംതിട്ട യൂണിയനെതിരെ FIR. മലപ്പുറം കോൺഗ്രസിൽ പൊട്ടിത്തെറി. DCC പ്രസിഡന്റ് രാജിവെച്ചു. തെരഞ്ഞെടുപ്പിൽ പാർട്ടിയിൽ നിന്ന് പിന്തുണ കിട്ടിയില്ലെന്ന് പ്രസിഡന്റ്. പ്രചാരണ നായകൻ ആരെന്ന് പാർട്ടി തീരുമാനിക്കുമെന്ന് വൈക്കം വിശ്വൻ. കെ ബാബുവിനെതിരായ പ്രക്ഷോഭം ശക്തമാക്കാൻ LDF തീരുമാനം. ഓൺലൈൻ പെൺവാണിഭ കേസിൽ നടന്നത് മനുഷ്യക്കടത്തെന്ന് പോലീസ്. രാഹുൽ പശുപാലന്റെ സാമ്പത്തിക സ്രോതസ് അന്വേഷിക്കണം. കേസിലെ മുഖ്യപ്രതി അച്ചായൻ ജോഷി കീഴടങ്ങി. ഭരണത്തിലുള്ളവർ കുടുക്കിയതാണെന്ന് രാഹുൽ പശുപാലൻ. മുഖ്യമന്ത്രിക്കെതിരെ വേണ്ടിവന്നാൽ നിയമ നടപടി സ്വീകരിക്കുമെന്ന് DGP ജേക്കബ് തോമസ്. സർവീസ് ചട്ടം ലംഘിക്കാത്ത തനിക്കെതിരെ ഗുരുതര പരാമർശം നടത്തി. ജേക്കബ് തോമസിനെതിരെ നടപടിക്ക് സാധ്യതയില്ല. ഫ്ളാറ്റ് വിവാദത്തിൽ ഫയർഫോഴ്സിന്റെ തടസ്സവാദങ്ങൾ തള്ളി മന്ത്രി മഞ്ഞളാംകുഴിയാലി. ജമ്മുകശ്മീരിലെ നൌസാരയിൽ ഭീകരരുമായുള്ള ഏറ്റുമുട്ടലിൽ മലയാളി സൈനികൻ കൊല്ലപ്പെട്ടു. ഖത്രയിൽ വൈഷ്ണോദേവി ക്ഷേത്രത്തിലേക്കുള്ള ഹെലികോപ്റ്റർ തകർന്ന് മലയാളി പൈലറ്റ് അടക്കം 7 പേർ മരിച്ചു. വിശദമായി. വെള്ളാപ്പള്ളി നടേശൻ നയിക്കുന്ന സമത്വ മുന്നേറ്റ യാത്രയ്ക്ക് കാസർഗോഡ് തുടക്കമായി. ഉദ്ഘാടന സമ്മേളനത്തിൽ സമാധിയിലായിരുന്ന VS അച്യുതാനന്ദനെ ഉണർത്തിയത് തന്റെ യാത്രയാണെന്ന് വെള്ളാപ്പള്ളി പരിഹസിച്ചു. അണികളോട് ലീഗിനെ കണ്ടു പഠിക്കാൻ ഉപദേശിച്ച വെള്ളാപ്പള്ളി ഭൂരിപക്ഷ സമുദായം ജനസംഖ്യ വർദ്ധിപ്പിക്കണമെന്നും ആഹ്വാനം ചെയ്തു. പേജാവർ മഠാധിപതി വിശ്വേശ്വര തീർത്ഥയടക്കമുള്ള 7 സന്യാസിവര്യന്മാർ നിലവിളക്ക് കൊളുത്തിയതോടെയാണ് സമസ്ത മുന്നേറ്റ യാത്രയ്ക്ക് തുടക്കമായത്. അക്കീരമൺ കാളിദാസ ഭട്ടതിരി ജാഥയുടെ പതാക വെള്ളാപ്പള്ളി നടേശന് കൈമാറി. തനിക്കെതിരെ പടനയിക്കുന്ന VS-നെതിരെ ഉദ്ഘാടന സമ്മേളനത്തിൽ വെള്ളാപ്പള്ളി വിമർശനമുയർത്തി. അദ്ദേഹം സമാധിയായി. ആ സമാധിയിൽ നിന്ന് ഉണരാനൊരു അവസരം ഈ സമത്വ മുന്നേറ്റ യാത്രയ്ക്ക് സഹായകരമായി എന്നുള്ളതാണ്. അണികളോട് ലീഗിനെ കണ്ടുപഠിക്കാൻ ഉപദേശം. അവർ സംഘടിതരായതെന്ന് ഇപ്പൊ 20 പടക്കുതിരയായി കേരളത്തില് നമ്മുടെ അസംബ്ലിയിലേക്ക് വന്ന് അവരാണ് ഭരിക്കുന്ന, ആരെങ്ങനെ ഭരിക്കണമെന്ന് തീരുമാനിക്കാനുള്ള അജയ്യ ശക്തിയായി ഇന്ന് മുസ്ലിം ലീഗ് വളർന്നു എങ്കിൽ അതവരുടെ കൂട്ടായ്മയാണ്. ഇത് നാം കണ്ടുപിടിക്കണം. വിരുന്നു വന്നവർ വീട്ടുകാരായി മാറിക്കഴിഞ്ഞു. ഭരണം നടത്തുന്നത് ന്യൂനപക്ഷമാണെന്നും വെള്ളാപ്പള്ളി അണികളെ ഓർമ്മിപ്പിച്ചു. അങ്ങനെ അതിഥിയായി വന്നവർ ഇന്നിപ്പോ വീട്ടുകാരനായ നാം ഇന്ന് വേലക്കാരനായി. ഈ അവസ്ഥ കണ്ടും കൊണ്ടും സഹിച്ച നാം എത്ര നാളും സഹിക്കണം. ജാഥയുടെ ഉദ്ഘാടന ചടങ്ങിൽ BJP പ്രവർത്തകരുടെ നിറസാന്നിധ്യവും ശ്രദ്ധേയമായി. വെള്ളാപ്പള്ളി നടേശനെതിരെയും സമത്വ മുന്നേറ്റ യാത്രയ്ക്കെതിരെയും ഉയർന്നു വന്ന ആരോപണങ്ങൾക്കും വിമർശനങ്ങളുള്ള മറുപടി കൂടിയായി ഉദ്ഘാടന വേദി. ഡിസംബർ 5-ന് ജാഥ തിരുവനന്തപുരത്ത് സമാപിക്കുമ്പോൾ പുതിയൊരു രാഷ്ട്രീയ പാർട്ടിക്കായിരിക്കും പിറവിയെടുക്കുക. ക്യാമറമാൻ പ്രവീൺ ധർമ്മശാലയ്ക്കൊപ്പം KV ബൈജു, റിപ്പോർട്ടർ, കാസർഗോഡ്. ഈ വിഷയത്തിൽ നമ്മോടൊപ്പം തുഷാർ വെള്ളാപ്പള്ളി, MT രമേശ്, PM മനോജ്, M ലിജു, അക്കീരമൺ, കാളിദാസ് ഭട്ടതിരിപ്പാട്, ഒപ്പം തന്നെ സിനിൽ മുണ്ടപ്പള്ളി തുടങ്ങിയവരാണ് വിവിധ സ്റ്റുഡിയോകളിലും ടെലിഫോൺ ലൈനിലും. ആദ്യം ശ്രീ സിനിൽ മുണ്ടപ്പള്ളി, ശ്രീനാരായണ ഗുരുവിൻ്റെ പിൻഗാമി വെള്ളാപ്പള്ളി നടേശൻ മുസ്ലിം ലീഗിനെ കണ്ടു പഠിക്കാനാണോ സംസ്ഥാനത്തോട് ആവശ്യപ്പെടുന്നത്? ഇവിടെ ഭൂരിപക്ഷം സംഘടിച്ചാൽ അത് വർഗീയത, ന്യൂനപക്ഷം സംഘടിച്ചാൽ അത് മതേതരത്വം. അതാണ് ഈ സംസ്ഥാനത്തെ പൊതുവായ സ്ഥിതി. അപ്പം ആ ഒരു യാഥാർത്ഥ്യം ഉൾക്കൊണ്ടുകൊണ്ട് മുന്നോട്ട് പോകുമ്പോൾ സമത്വം എന്ന ആശയം എല്ലാ ജനങ്ങളിലും എത്തിക്കേണ്ടതായിട്ടുണ്ട്. അതാണ് SNDP യോഗം ഈ കാലഘട്ടത്തിൽ ഉയർത്തുന്ന ഏറ്റവും പ്രധാനപ്പെട്ട മുദ്രാവാക്യം. SNDP യോഗം ഇപ്പോൾ വിഭാവനം ചെയ്യുന്നത് ശ്രീ സുനിൽ മുണ്ടപ്പള്ളി മുസ്ലിം ലീഗ് പോലെ കുറെ മതാടിസ്ഥാനത്തിൽ രൂപീകരിക്കപ്പെട്ട പാർട്ടികളുടെ ഒരു സമ്മേളനമായിരിക്കണം കേരളം എന്നാണോ? എന്നല്ല, എന്നാൽ അവർ നടത്തുന്ന പ്രവർത്തനങ്ങൾ ഒരുപക്ഷെ കണ്ടുപഠിക്കുന്നത് നല്ലതായിരിക്കും. അതിനെന്താണ് തെറ്റ്? ഇവിടെ സംസ്ഥാനത്ത് 20 MLA-മാർ, 2 MP-മാർ, മുൻപ് UPA ഗവൺമെന്റിൽ ഒരു കേന്ദ്രമന്ത്രി അടക്കമുള്ള അവരെ കണ്ടുപഠിക്കുകയാണെങ്കിൽ ശ്രീ സുനിൽ മുണ്ടപ്പള്ളി സംഭവിക്കുക എന്താണ്? മുസ്ലിങ്ങൾക്കൊരു പാർട്ടി, ക്രിസ്ത്യാനികൾക്കൊരു പാർട്ടി, ഹിന്ദുക്കൾക്കൊരു പാർട്ടി, ഇതിൽ തന്നെ വിവിധ ജാതികളുമുണ്ട്. ആ ജാതികൾക്കെല്ലാം ഓരോ പാർട്ടി എന്ന നിലയിലായാൽ പണ്ട്
കേരളം ഭ്രാന്താലയമാണ് എന്ന് പറയുന്നത് പോലെ തന്നെ ഇപ്പോഴാണ് എന്നുള്ള കാര്യം നമുക്ക് എല്ലാവർക്കും അറിയാം എന്നുള്ളതിനപ്പുറത്തേക്ക് കാര്യങ്ങൾ ഊട്ടിയുറപ്പിക്കപ്പെട്ടില്ലേ? കേരളം ഭ്രാന്താലയമല്ല ശാന്താലയമാണ്, അതാദ്യം മനസ്സിലാകും. ഒരു കാര്യം പറയട്ടെ, ഇവിടെ ബഹുമാന്യ കാന്തപുരം ഒരു പാർട്ടി രൂപീകരിച്ചു, അന്ന് ആർക്കും തർക്കമില്ല. കത്തോലിക്ക കോൺഗ്രസ് ഒരു പാർട്ടി രൂപീകരിച്ചു, ആർക്കും തർക്കമില്ല. ഇടുക്കിയിൽ ബിഷപ്പുമാർ ചേർന്ന് ഹൈറേഞ്ച് സംരക്ഷണ സമിതി രൂപീകരിച്ചു, അവർക്കൊന്നൊരു MP ഉണ്ട്, ആർക്കും തർക്കമില്ല. കേരള കോൺഗ്രസ് 9 പാർട്ടികളുണ്ട്, 9 പാർട്ടികളാണ് കേരള കോൺഗ്രസ് എന്ന പേരിൽ സ്കറിയ തോമസ്, PC തോമസ്, PJ ജോസഫ് അടക്കമുള്ള ആളുകളുടെ ഉള്ളത് 9 പാർട്ടി, അതിനാർക്കും തർക്കമില്ല. ബഹുമാന്യനായ കാന്തപുരം കേരളത്തിൽ നിന്ന് കോഴിക്കോട്ട് നിന്ന് തിരുവനന്തപുരത്തേക്ക് ഒരു ജാഥ നയിച്ചു. അന്ന് ആ ജാഥയിൽ അടക്കം അതേ ഉയർത്തിയ മുദ്രാവാക്യങ്ങൾ എന്താണ് പരിശോധിച്ച് നോക്കൂ. അപ്പൊ കേരളത്തിൽ ഇവിടെ ഭൂരിപക്ഷ സമുദായങ്ങൾ നിങ്ങൾ സംഘടിക്കരുത്, നിങ്ങൾക്ക് ഇവിടെ നീതി വേണ്ട, നിങ്ങൾക്ക് തുല്യനീതി ഞങ്ങൾ നൽകില്ല, രാജ്യത്തെ ഭരണഘടന വിഭാവനം വെള്ളാപ്പള്ളി നടേശൻ പറയുന്നത് ഭൂരിപക്ഷ സമുദായത്തിനും വേണം പ്രത്യേക പാർട്ടി. മുസ്ലിം ലീഗും കേരള കോൺഗ്രസും മുസ്ലിം ലീഗിൻ്റെ കാര്യത്തിൽ എടുത്തു പറയുകയാണ് എങ്കിൽ ശ്രീ വെള്ളാപ്പള്ളി നടേശൻ പറഞ്ഞത് 20 പടക്കുതിരകളെയാണ് മുസ്ലിം ലീഗ് കേരള നിയമസഭയിലേക്ക് അയച്ചത്. മുസ്ലിം ലീഗ് ഇല്ലാതെ ഇപ്പോൾ ഒരു മുഖ്യമന്ത്രിയുമില്ല, മന്ത്രിമാരുമില്ല. അവരെന്താണോ ആവശ്യപ്പെടുന്നത് അത് അവർക്ക് ലഭിക്കും. അതിനെ ആക്ഷേപിക്കുകയല്ല വേണ്ടത്, അനുകരിക്കുകയാണ് വേണ്ടത്. മാത്രമല്ല ശ്രീ വെള്ളാപ്പള്ളി നടേശൻ്റെ പ്രസംഗത്തിൽ കുറേ ദൂരം കൂടി നമ്മൾ മുന്നോട്ട് പോയാൽ അദ്ദേഹം പറയും അതിഥികളായി വന്നവർ ഇവിടുത്തെ ഉടമസ്ഥരായി, ഇപ്പോൾ നമ്മളെ ഭൂരിപക്ഷ വിഭാഗങ്ങളെ അടിമകളാക്കി വെക്കുന്നു, വേലക്കാരാക്കി വെക്കുന്നു. നമ്മൾ ആദ്യം 3ഉം 4ഉം ഒക്കെ പ്രസവിച്ചിരുന്നു, പിന്നീട് ഗവൺമെൻറ് പറഞ്ഞു നമ്മൾ 2 നമുക്ക് 2, അവസാനം അങ്ങനെ നമ്മൾ 2ലേക്ക് എത്തി. അവസാനം പറഞ്ഞു നമ്മൾ 2ഉം ഒന്നാണ്, അതുകൊണ്ട് 1 മതി എന്ന്. ഇപ്പോൾ നമ്മുടെ ആളുകൾ ഒന്നുപോലും വേണ്ട, നമ്മൾ ഒന്നായി നിന്നാൽ മതി എന്ന നിലപാട് പോലും എടുക്കുന്നു. പക്ഷേ നമ്മൾ പ്രൊഡക്ഷൻ കുറച്ചപ്പോൾ അവർ പ്രൊഡക്ഷൻ കൂട്ടുകയാണ്. ഒരുപക്ഷെ RSSും വിശ്വ ഹിന്ദു പരിഷത്തും വാനരസേനയും പറയാത്ത കാര്യങ്ങൾ വെള്ളാപ്പള്ളി നടേശൻ പറഞ്ഞ് കേരളത്തിൻ്റെ ഒരറ്റത്ത് നിന്ന് കാര്യങ്ങൾ തുടങ്ങിയിരിക്കുന്നു. ശ്രീ M. ലിജു, എങ്ങനെയാണ് കോൺഗ്രസ് ഇതിനെ നേരിടുക? വെള്ളാപ്പള്ളി നടേശന് പാർട്ടി ഉണ്ടാക്കാനുള്ള സ്വാതന്ത്ര്യമുണ്ട്. പക്ഷേ അത് SNDP യോഗത്തിൻ്റെയും ശ്രീനാരായണ ഗുരുദേവൻ്റെയും പേരിലാവുമ്പോഴാണ് പ്രശ്നം. ഇവിടെ ഗുരുദേവൻ പറഞ്ഞത്, ഗുരുദേവന്റെ തത്വശാസ്ത്രങ്ങൾ അനുസരിച്ച് ജാതിഭേദം മതദ്വേഷം ഏതുമില്ലാതെ സർവരും സോദരത്വേന വാഴുന്ന മാതൃകാസ്ഥാനമാണിത് എന്ന് പറയുന്നിടത്ത്, അല്ലെങ്കിൽ ഗുരുദേവൻ മുത്തുനബി എന്നും മുത്തുനബി എന്ന് പറഞ്ഞ നബി തിരുമേനിയുടെ അനുയായികളെ കുറിച്ചും പരമേശ പവിത്രപുത്രൻ എന്ന് പറഞ്ഞ ജീസസ് ക്രൈസ്റ്റിന്റെ അനുയായികളെ കുറിച്ചും അവർ പ്രൊഡക്ഷൻ കൂട്ടിക്കൊണ്ടിരിക്കുക, നമ്മൾ പ്രൊഡക്ഷൻ അതുകൊണ്ട് കൂട്ടണം എന്ന് പറയുമ്പോൾ, അവരും നമ്മളും എന്ന് പറയുമ്പോൾ അതിനോടൊക്കെയാണ് യോജിക്കാൻ സാധിക്കുന്നത്. അവിടെയാണ് പ്രശ്നം. ഇപ്പൊ വെള്ളാപ്പള്ളി നടേശൻ എന്ന കണിച്ചുകുളങ്ങരക്കാരൻ സ്വന്തമായിട്ടൊരു പാർട്ടി ഉണ്ടാക്കില്ല, അതിനകത്ത് ഒരു തെറ്റുമില്ല, അതിന് അദ്ദേഹത്തിന് സ്വാതന്ത്ര്യമുണ്ട്. പക്ഷെ ഗുരുദേവന്റെ പേര് പറഞ്ഞ് ഗുരുദേവൻ സ്ഥാപിച്ച SNDP യോഗത്തിന്റെ ലേബലിലാവുമ്പോൾ, ഗുരുവിന്റെ പേര് കൂടെ ഉപയോഗിക്കപ്പെടുമ്പോൾ അവിടെയാണ് ഈ പ്രശ്നം കടന്നു വരുന്നത്. മനുഷ്യനെ വിഭജിക്കുവാൻ വേണ്ടി രംഗത്തിറങ്ങിയാൽ സ്വാഭാവികമായും ഈ നാട്ടിലെ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾക്ക് അത് ചെറുക്കേണ്ടി വരും. ഇന്ന് നടത്തിയതുപോലെ ഈ നാട്ടിൽ വർഗീയ വിഭജനം ഉണ്ടാക്കുവാൻ വേണ്ടി ആസൂത്രിതമായ ശ്രമങ്ങളുമായി വിഷം വമിക്കുന്ന വാക്കുകളുമായി മുന്നോട്ട് പോയാൽ ഇവിടുത്തെ ഭരണകൂടം ഉൾപ്പെടെ നോക്കി നിൽക്കരുത്, രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ നോക്കി നിൽക്കരുത്. വർഗീയ സംഘർഷം ഉണ്ടാക്കാൻ ശ്രമിക്കുന്നവരെ എങ്ങനെയാണോ നേരിടേണ്ടത് ആ തരത്തിൽ നേരിടണമെന്നാണ് എൻ്റെ അഭിപ്രായം. ഇവിടെ കാന്തപുരം ജാഥ നടത്തിയതിനെ കുറിച്ച് പറഞ്ഞു, മറ്റ് മതമേലധ്യക്ഷന്മാർ ജാഥ നടത്തിയതിനെ കുറിച്ച് പറഞ്ഞു. ശരിയാണ്, അവർക്കൊക്കെ ജാഥ നടത്താനുള്ള അധികാരമുണ്ട്. പക്ഷേ ആ ജാഥകളിൽ വിഷലിപ്തമായ വാക്കുകളാണ് എന്ന് പറഞ്ഞിട്ടുള്ളതെങ്കിൽ അവർക്കെതിരെയും ഇതേ നടപടി തന്നെ ആയിരിക്കണം സ്വീകരിക്കേണ്ടത്. ഞാൻ കേട്ടില്ല അവരുടെയൊന്നും വാക്കുകളിൽ, അവരുടെയൊന്നും പ്രസംഗങ്ങളിൽ ഇങ്ങനെ ഭൂരിപക്ഷത്തെയും ന്യൂനപക്ഷത്തെയും അവരുടെ പ്രൊഡക്ഷൻ കപ്പാസിറ്റിയെ കുറിച്ചും ഒരാളും പ്രസംഗിച്ചത് കേരളത്തിൽ നമ്മളാരും കേട്ടില്ല. ഇപ്പോൾ കേട്ടുകൊണ്ടിരിക്കുകയാണ്. അത്തരം ശ്രമങ്ങളെ ചെറുക്കേണ്ട ഉത്തരവാദിത്വം കേരള ജനതയ്ക്കുണ്ട്. അത് ചെയ്യും എന്നാണ് ലിജു വിശദീകരിക്കുന്നത്. ദയവായി തുടരുക. യോഗക്ഷേമ സഭയുടെ അക്കിരമൺ കാളിദാസ ഭട്ടതിരി ടെലിഫോൺ ലൈനിലുണ്ട്. ശ്രീ കാളിദാസ ഭട്ടതിരി, യോഗക്ഷേമ സഭയുടെ പൂർണ്ണ പിന്തുണയോടുകൂടി തന്നെയാണോ വെള്ളാപ്പള്ളി നടേശന്റെ ജാഥയിൽ താങ്കൾ പങ്കെടുക്കുന്നത്? യോഗക്ഷേമ സഭയിൽ അങ്ങനെയുള്ള ഇഷ്യൂസ് ഒന്നും ഇല്ല. ഇതിനകത്ത് ഇപ്പോ ആവശ്യമില്ലാത്ത പൊളിറ്റിക്കൽ ആയിട്ടുള്ള ചില കുറച്ച് ആൾക്കാരുടെ ഒരു ഇതൊന്നേ ഉള്ളൂ. അല്ലാണ്ട് ഇതിനകത്ത് രാജിവെച്ചിട്ടുമില്ല. ഈ യോഗക്ഷേമ സഭയുടെ അങ്ങനെയുള്ള വേറെ വിഷയങ്ങളൊന്നും അവിടെ ഇല്ല. വെറുതെ ആൾക്കാർ താങ്കളുടെ കയ്യിൽ നിന്ന് രാജി എഴുതി വാങ്ങിയിട്ടുണ്ട് എന്ന് യോഗക്ഷേമ സഭയിലെ ചിലരെങ്കിലും പറയുന്നു, പ്രത്യേകിച്ച് SKM രാമൻ നമ്പൂതിരിയുടെ നേതൃത്വത്തിലുള്ള ഒരു വിഭാഗം. അങ്ങനെ ഒരു വിഷയമില്ലെന്ന് മാത്രമല്ല, അങ്ങനെ 2 വിഭാഗം ഇതിനകത്ത് ഇല്ലെന്ന് മാത്രമല്ല, SKM രാമൻ വൈസ് പ്രസിഡന്റ് ആണ് സഭയുടെ.
അദ്ദേഹത്തിന് എനിക്ക് കുറച്ച് ദിവസം തിരക്ക് വൈസ് പ്രസിഡന്റ് അദ്ദേഹത്തെ കുറച്ച് ദിവസം ജോലി ചെയ്യാൻ അദ്ദേഹത്തെ ചുമതലപ്പെടുത്തുന്നതല്ല. ഞാൻ രാജിവെക്കാത്ത സ്ഥിതിക്ക് അങ്ങനെ ഒരു വിഷയമില്ല ഇവിടെ. ജോലി തിരക്ക് കാരണം താങ്കൾ പ്രസിഡന്റ് ഞാനൊരു പ്രീസ്റ്റ് കൂടാണ്. കുറച്ച് തിരക്കുണ്ട് തന്നെയല്ല. ഇപ്പൊ ഇതുമായിട്ട് ബന്ധപ്പെട്ട് കുറച്ച് തിരക്കുള്ള സമയമായതുകൊണ്ട് 2 ആഴ്ചത്തെ ഒരു വർക്ക് അറേഞ്ച്മെന്റ് അദ്ദേഹത്തിന് കുറച്ച് എന്റെ വർക്ക് അദ്ദേഹം വൈസ് പ്രസിഡന്റ് എന്നുള്ള രീതിയിൽ അദ്ദേഹം ഓടിക്കാമെന്ന് പറഞ്ഞതേ ഉള്ളൂ. അല്ലാണ്ട് രാജിവെച്ചിട്ടുമില്ല. അങ്ങനെ ഒരു പുതിയ സംവിധാനം ഉണ്ടായിട്ടുമില്ല. താങ്കളിൽ നിന്ന് യോഗക്ഷേമ സഭ രാജി എഴുതി വാങ്ങിയെന്നും ആക്ടിംഗ് ചെയർമാനായി SKM രാമൻ നമ്പൂതിരി ഇപ്പോൾ പ്രവർത്തിക്കുകയാണ് എന്നും അടുത്ത 11-ാം തീയതിയോ മറ്റോ യോഗമുണ്ട് എന്നും അക്കാര്യത്തിൽ ആ യോഗത്തിൽ കാര്യങ്ങൾ അതില്ല. അത് കൗൺസിൽ അടുത്ത 11-ാം തീയതിയുള്ള കൗൺസിൽ എന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ ഈ ബൈലോ അമെന്റ്മെന്റിനെ വേണ്ടി വിളിച്ചിരിക്കുന്ന കൗൺസിലാണ്. ബൈലോ അമെന്റ്മെന്റ് അതിനകത്ത് ഞങ്ങൾ പല ചർച്ചകൾ നടക്കും എന്നേ ഉള്ളൂ. അല്ലാണ്ട് ഇതൊന്നും അതിനകത്ത് വിഷയമല്ല. SKM രാമൻ എന്ന് പറഞ്ഞ ആളെ ഈ ഒന്നാമത് കമ്മിറ്റിക്ക് ഇതിനൊന്നും അധികാരമില്ല തന്നെ. ആയിക്കോട്ടെ, എന്തായാലും അത് നിങ്ങളുടെ കാര്യം, അല്ലെങ്കിൽ യോഗക്ഷേമ സഭയുടെ കാര്യം. ഇവിടെ വെള്ളാപ്പള്ളി നടേശൻ ഉയർത്തുന്ന ഈ ജാഥയുടെ ലക്ഷ്യങ്ങൾ ഇന്ന് അദ്ദേഹം പ്രസംഗത്തിൽ വിശദീകരിക്കുകയുണ്ടായി. അതായത് ഹിന്ദുക്കൾക്ക് മുസ്ലിം ലീഗിനെ സമാനമായ ഒരു രാഷ്ട്രീയ പാർട്ടി രൂപീകരിക്കുന്നതിനെ കുറിച്ചാണ്. അങ്ങനെ ഒരു അതിനകത്തുള്ള വിഷയം എന്താണെന്ന് വെച്ചാല് ഈ മുസ്ലിങ്ങളും ക്രിസ്ത്യാനികളും നമ്മുടെ സഹോദരന്മാർ തന്നെയാണ്. പക്ഷെ അവിടെ ഈ അവര് മുസ്ലിം ലീഗും മറ്റ് സമുദായങ്ങളൊക്കെ നേരത്തെ രാഷ്ട്രീയത്തിലേക്ക് വന്നു അവര്. അതുകൊണ്ട് കേൾക്കാമോ? കേൾക്കാം, പറഞ്ഞോളൂ. അവർക്ക് നേരത്തെ തന്നെ ഒരു രാഷ്ട്രീയ സംവിധാനം ഉണ്ടായത് കൊണ്ട് അവരുടെ പല കാര്യങ്ങൾക്കും അവർക്ക് നേട്ടങ്ങൾ ഉണ്ടാക്കാനോ അല്ലെങ്കിൽ അതിനെ സംരക്ഷിക്കാനോ അവർക്ക് കഴിഞ്ഞിട്ടുണ്ട്. അങ്ങനെ ഹിന്ദു മതത്തില് ഒരുപാട് വിഭാഗങ്ങള് അവര് പ്രത്യേക വിഭാഗങ്ങളായിട്ട് നിന്ന് രാഷ്ട്രീയ പാർട്ടിയിലേക്ക് നിൽക്കുന്നതുകൊണ്ട് അവർക്കൊരു കോമൺ ആയിട്ടൊരു പ്ലാറ്റ്ഫോം ഇല്ലാത്തത് കൊണ്ട് അവർക്ക് അവരുടെ ഗ്രീവൻസ് നടപ്പാക്കാൻ ഒരു സംവിധാനം ഇല്ലാത്തത് കൊണ്ട് മാത്രമാണ് ഈ പൊളിറ്റിക്സിനെ കുറിച്ച് അവർ പറയുന്നത്. അപ്പൊ അതില് ആ പാർട്ടി പൊളിറ്റിക്സ് അത് ക്രിസ്ത്യാനിക്കോ മുസൽമാനോ എതിരായിട്ടുള്ള സംവിധാനമേ അല്ല, അല്ലെങ്കിൽ രാഷ്ട്രീയ പാർട്ടിക്കാർക്കും എതിരായിട്ടുള്ള പ്രസ്ഥാനമല്ല അത്. ഇത് അവരുടെ കാര്യങ്ങൾ നടപ്പിലാക്കാനുള്ള ഒരു പ്ലാറ്റ്ഫോമാണ്. പല അവാന്തര വിഭാഗങ്ങളുടെ ഒരു പ്ലാറ്റ്ഫോമായിട്ട് മാത്രമേ അവർ ഉദ്ദേശിച്ചിട്ടുള്ളൂ. രാഷ്ട്രീയ മുസ്ലിം ലീഗിനെ മുസ്ലിങ്ങളെ പ്രതിനിധാനം ചെയ്യുന്ന ഒരു പാർട്ടി എന്നുള്ള നിലയിൽ മുസ്ലിം ലീഗ് പ്രവർത്തിക്കുന്നുണ്ട് എന്നും അവർ 20 പടക്കുതിരകളെ നിയമസഭയിലേക്ക് അയച്ച് സംസ്ഥാന മന്ത്രിസഭയെ നിയന്ത്രിക്കുന്നവരാണ് എന്നും അത് കണ്ടു പഠിക്കണമെന്നുമാണ് ശ്രീ വെള്ളാപ്പള്ളി നടേശൻ പറയുന്നത്. അത് കണ്ടു പഠിച്ചിട്ടാണല്ലോ BJP ഇവിടെ രൂപീകൃതമായിട്ടുള്ളത്. ശ്രീ അക്കിരമൺ, BJP ഇവിടെ ഹിന്ദുക്കളുടെ പാർട്ടിയാണ്. ഓരോ സമുദായത്തിലുള്ളവരും വർഗീയം പറയേണ്ടതുണ്ടോ? ഒരു മതത്തിന്റെ അടിസ്ഥാനത്തിൽ ഒരു പാർട്ടി ഇതിനകം തന്നെ ഈ രാജ്യത്ത് വർഗീയം പറഞ്ഞു നടക്കുന്നുണ്ട്. ഇനി നിങ്ങളുടെ കൂടി സേവനം ആ രംഗത്ത് ആവശ്യമാണോ? ഇല്ല, വർഗീയതയല്ല ഈ വിഷയം. ഈ വർഗീയതയല്ല. ഇപ്പൊ നമ്മള് ഞങ്ങളുടെ പറയുകയാണെങ്കിൽ ബ്രാഹ്മിൻസിന് ഒരു ഈ വർഷങ്ങളായിട്ട് ഒരു പൂജാരിയുടെ ഗ്രേഡ് ഒരു ഇപ്പോഴും പ്യൂണിന്റെ ഗ്രേഡാണ്. അത് ഒന്ന് അപ്ലിഫ്റ്റ് ചെയ്ത് നല്ല എത്തിക്കാൻ കഴിഞ്ഞിട്ടില്ല. രാഷ്ട്രീയപരമായ ശൈലിയിലാണ് ഇതിനെ കാണുന്നത്. വാസ്തവത്തില് ഈ രാഷ്ട്രീയമല്ല. താങ്കൾ എന്താണ് പറയാൻ ഉദ്ദേശിക്കുന്നതെന്ന് കുറിച്ചൊരു വ്യക്തത കിട്ടുന്നില്ല. ദയവായി തുടരുക. ശ്രീ MT രമേശ്, മുസ്ലിം ലീഗിനെ കണ്ടു പഠിക്കൂ. അതിനെ ആക്ഷേപകരമായി നമ്മൾ നോക്കുകയല്ല വേണ്ടത്. 20 പടക്കുതിരകളെ അവർ നിയമസഭയിലേക്ക് അയക്കുകയും അത് സംസ്ഥാനത്തെ ഭരണം നിശ്ചയിക്കുകയും ചെയ്യുന്ന സാഹചര്യമുണ്ട്. അതിനെ ആദരവോടുകൂടി കണ്ട് ആ നിലയിൽ ഒരു രാഷ്ട്രീയ പാർട്ടിക്കാണ് കാസർഗോഡ് നിന്ന് ഇപ്പോൾ ശ്രീ വെള്ളാപ്പള്ളി നടേശൻ ജാഥ തുടങ്ങിയിരിക്കുന്നത്. അതല്ലേ BJP? BJP എല്ലാ വിഭാഗത്തെയും ഉൾപ്പെടുന്ന പാർട്ടിയല്ലേ നികേഷേ? BJP ഏതെങ്കിലും ഒരു വിഭാഗത്തെ മാത്രം പ്രതിനിധാനം ചെയ്യുന്ന പാർട്ടിയല്ലല്ലോ. മാത്രമല്ല ഏത് വിഭാഗത്തെയാണ് മുമ്പോട്ട് വെച്ചിട്ടുള്ള ഭൂരിപക്ഷ ഐക്യം എന്ന ആശയം ശ്രീ MT രമേശ്, ഇവിടെയുള്ള ഹിന്ദുക്കൾ ഒഴിച്ചുള്ള ബാക്കിയുള്ളവർ രാജ്യം വിടണമെന്ന് പറയുന്ന പാർട്ടിയല്ലേ നിങ്ങളുടേത്? ഞങ്ങളങ്ങനെ പറഞ്ഞിട്ടില്ലല്ലോ നികേഷ്. എവിടെയാ പറഞ്ഞിട്ടുള്ളത്? നിങ്ങളുടെ പാർലമെന്റ് അംഗമായ സാക്വി പ്രാച്ചി മുതൽ പറയാത്തവരാരുണ്ട്? BJP എവിടെയും പറഞ്ഞിട്ടില്ല. സാധ്യ പ്രാച്യൊന്നും BJPയുടെ നേതാവൊന്നുമല്ല. BJP നിയോഗിക്കുന്ന ഗവർണർ മുതൽ പാർലമെന്റ് അംഗങ്ങൾ വരെയുള്ളവർ എല്ലാ ദിവസവുമായി തന്നെയാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. പോട്ടെ, നമ്മുടെ വിഷയം അതല്ലല്ലോ. ഞാൻ ചോദിക്കുന്നത് BJPയിൽ നിന്ന് വ്യത്യസ്തമായി എന്ത് പാർട്ടിയാണ് വെള്ളാപ്പള്ളി നടേശന് ഉണ്ടാക്കാൻ കഴിയുക?
അത് അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ പാർട്ടി രൂപം കൊണ്ടാലല്ലേ നമുക്ക് പറയാൻ സാധിക്കുള്ളൂ. നെല്ലാപ്പള്ളി നടേശന്റെ നേതൃത്വത്തിൽ ഇന്നൊരു ജാഥ പുറപ്പെടുന്നു. ആ ജാഥ ഭൂരിപക്ഷ സമൂഹത്തിന്റെ ഐക്യം എന്ന സന്ദേശമാണ് ഉയർത്തിപ്പിടിച്ചിട്ടുള്ളത്. അത് ഡിസംബർ 5-ാം തീയതി രാഷ്ട്രീയ പാർട്ടിയായിട്ട് രൂപാന്തരപ്പെടുമ്പോഴാണ് അതിന്റെ രാഷ്ട്രീയ നിലപാട് എന്തായിരിക്കുമെന്ന് നമ്മൾ അപ്പോൾ മാത്രമേ ചർച്ച ചെയ്യാൻ സാധിക്കുള്ളൂ. ഇപ്പോൾ അതിന്റെ സംഘാടകന്മാരുടെ മനസ്സിൽ മാത്രമേ ഉണ്ടാവുകയുള്ളൂ. BJPയെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾ അത്തരമൊരു രാഷ്ട്രീയ പാർട്ടിയെ BJP സ്വാഗതം ചെയ്യുന്നുണ്ട്. കേരളത്തിൽ വെള്ളാപ്പള്ളി നടേശന്റെ നേതൃത്വത്തിൽ ഭൂരിപക്ഷ സമുദായ സംഘടനകൾ ഉയർത്തുന്ന വിഷയത്തെ സ്വാഗതം ചെയ്യുന്ന പാർട്ടിയാണ് BJP. അത്തരമൊരു രാഷ്ട്രീയ പാർട്ടി കേരളത്തിൽ ഉണ്ടായാൽ അത് കേരളത്തിന്റെ ഭാവി രാഷ്ട്രീയത്തിന് ഗുണപരമാണ് എന്ന അഭിപ്രായമുള്ള പാർട്ടിയാണ് BJP. തുടരുക ദയവായി. ശ്രീ സുനിൽ മുണ്ടപ്പള്ളി വ്യക്തതയോടുകൂടി ഒരു ഉത്തരം നൽകുമെന്ന് പ്രതീക്ഷിച്ചുകൊണ്ടാണ് എൻ്റെ ചോദ്യം. BJPയിൽ നിന്ന് എങ്ങനെയാണ് വെള്ളാപ്പള്ളിയുടെ പുതിയ പാർട്ടി വ്യത്യസ്തമാവുക? ഈ രാജ്യത്ത് പാർശ്വവൽക്കരിക്കപ്പെട്ട ജനസമൂഹങ്ങൾ അവരുടെ നീതി നിഷേധത്തിനെതിരെയുള്ള ഒരു പോരാട്ടമാണ് ഇപ്പോൾ നടക്കുന്നത്. അതാണ് സമത്വ മുന്നേറ്റ യാത്രയിലൂടെ ഞങ്ങൾ ഉയർത്തുന്നത്. ഈ കേരളത്തിലെ മണ്ണിലും മനസ്സിലും മാറ്റത്തിന്റെ മണിമുഴക്കം സൃഷ്ടിച്ചുകൊണ്ടാണ് ആ ജാഥ തിരുവനന്തപുരത്ത് പറയുന്നതാണ്. ഒരു പ്രസംഗമാണ് ഉദ്ദേശിക്കുന്നത്. ശ്രീ സുനിൽ മുണ്ടപ്പള്ളി, ഞാൻ ചോദിക്കുന്നത് ലീഗിന് സമാനമായ ഒരു രാഷ്ട്രീയ പാർട്ടി ലക്ഷ്യം വെച്ചുകൊണ്ടാണ് വെള്ളാപ്പള്ളി നടേശൻ ഇന്നിപ്പോൾ പ്രസംഗം തുടങ്ങിയിരിക്കുന്നത്. അതിന് ഞാൻ ഒരിക്കൽ കൂടി അതൊന്നും പറയേണ്ട കാര്യമില്ലല്ലോ. പ്രൊഡക്ഷൻ കൂട്ടണം എന്ന് പറയുന്നത്, അതുപോലെ തന്നെ അതിഥികളായി വന്നവരുടെ വേലക്കാരായി നമ്മൾ മാറുന്നു എന്നുള്ളത്, ഇതൊക്കെ തന്നെയും RSSും വിശ്വ ഹിന്ദു പരിഷത്തും ഹനുമാൻ സേനയും ഒക്കെ നിരന്തരം പറയുന്നത് നാം കേൾക്കുന്നതാണ്. അതേ വാചകങ്ങൾ തന്നെയാണ് കാസർഗോഡ് നിന്ന് വെള്ളാപ്പള്ളി നടേശനും ആവർത്തിക്കുന്നത്. അപ്പോഴാണ് എൻ്റെ ചോദ്യം ഉയരുന്നത്, ഇതെങ്ങനെയാണ് BJPയിൽ നിന്ന് വ്യത്യസ്തമായ ഒരു രാഷ്ട്രീയ പാർട്ടി ആവുക? മുസ്ലിം ലീഗ് എന്ന് പറയുന്നതിൻ്റെ വാക്കിൻ്റെ അർത്ഥം തന്നെ മുസ്ലിം സമുദായങ്ങളുടെ സഹോദരങ്ങളുടെ കൂട്ടായ്മ എന്നാണ്. വലിയ കൂട്ടായ്മ. അവരുടെ ആ കൂട്ടായ്മയും അവരുടെ സംഘടിത ശക്തിയും കൊണ്ട് അധികാരം അവരുടെ കയ്യിലേക്ക് വരികയാണ്. അവിടെയാണ് മലപ്പുറം ജില്ലയിൽ നിന്ന് 20 MLA-മാർ ഒന്നിച്ച് ജയിച്ചു പോകുന്നത്. 20 MLA-മാർ വരുന്നത് പറഞ്ഞത് ജനസംഖ്യ അവിടെ വർദ്ധിച്ചതുകൊണ്ട് 4 MLA-മാർ വർദ്ധിച്ചു. ഞാൻ പറഞ്ഞു കഴിയട്ടെ, 4 MLA-മാർ കഴിഞ്ഞ അവിടെ വർദ്ധിക്കുകയാണ്. പത്തനംതിട്ടയിൽ നിന്നും 2 എണ്ണം കുറയുകയാണ്. 2 MLA-മാർ കുറഞ്ഞു. അപ്പൊ കേരള നിയമസഭയിൽ ഇന്ന് ഹിന്ദു MLA-മാരുടെ എണ്ണം പോലും കുറഞ്ഞു വരുന്നു. ഈ ഒരു സാഹചര്യം വരുമ്പോൾ അധികാരം ഒരു വിഭാഗത്തിന്റെ കൈകളിലേക്ക് മാത്രം പോകുന്നു. ആ അവസരത്തിൽ ഈ രാജ്യത്തെ ഭൂരിപക്ഷത്തിന് നീതി ലഭിക്കാത്ത സാഹചര്യം ഉണ്ടാകുന്നു. ഈ ഭൂരിപക്ഷത്തിന് നീതി ലഭിക്കാൻ വേണ്ടിയാണ് MT രമേശിന്റെ പാർട്ടി എന്നാണ് MT രമേശിന്റെ പാർട്ടി എപ്പോഴും പറയാറുള്ളത്. അപ്പോൾ ഞാൻ ചോദിക്കുന്നത്, BJPയിൽ നിന്ന് വ്യത്യസ്തമായ എന്ത് അജണ്ടയാണ് നിങ്ങൾക്ക് ഉയർത്താൻ കഴിഞ്ഞത്? ശ്രീ സുനിൽ മുണ്ടപ്പള്ളി, ഒരവസരം കൂടി താങ്കൾക്ക്. ഞങ്ങൾ ഉയർത്തുന്നത് എല്ലാ സമുദായങ്ങൾക്കും തുല്യമായ നീതി കൊടുക്കണം. അതാണ് തുല്യനീതി, സമത്വം. അതാണ് ഞങ്ങളുടെ ജാഥയിലെ തന്നെ പേര്, സമത്വ മുന്നേറ്റ യാത്ര. ഇവിടെ ക്രിസ്ത്യൻ സഹോദരങ്ങൾക്കും മുസ്ലിം സഹോദരങ്ങൾക്കും എല്ലാവർക്കും തുല്യമായി വീതം വെക്കണം, വീതം നൽകണം. ഖജനാവിലെ പണം കൃത്യമായിട്ട് വീതം വെക്കുമ്പോൾ എല്ലാവർക്കും ജനസംഖ്യ ആനുപാതികമായി കൊടുക്കണം. ഭൂരിപക്ഷ സമുദായത്തിന് പലപ്പോഴും അത് ലഭിക്കാതെ വരുന്നു. അതുകൊണ്ടാണ് ഞങ്ങൾ ഈ പ്രക്ഷോഭങ്ങളിലേക്ക് ഇറങ്ങേണ്ടി വരുന്നത്. മറ്റുള്ളവർ അവരുടെ കൂട്ടായ്മയിലൂടെയാണ്, അവരുടെ സംഘടിത ശക്തി കൊണ്ടാണ്, അവരുടെ വോട്ട് ബാങ്ക് രാഷ്ട്രീയം കൊണ്ട് പലതും നേടുകയാണ്. ആ നേടുമ്പോൾ ഇവിടുത്തെ ഭൂരിപക്ഷക്കാരൻ ആത്മഹത്യയുടെ മുനമ്പിലേക്ക് നിൽക്കുന്നു. ശ്രീ PM മനോജിലേക്ക് വരാം. അതിനു മുമ്പ് ശ്രീ M ലിജു, ഇതൊരു പാർട്ടി, കേരളത്തിൽ കുറേ പാർട്ടികളുണ്ടല്ലോ, ഒരു പാർട്ടി കൂടി ഇരിക്കട്ടെ എന്ന നിലയിലാണ് ഉണ്ടാവുക എന്നാണ് നിങ്ങൾ മനസ്സിലാക്കുന്നത്. ഞാനിപ്പോൾ പറയാൻ പോകുന്നത് എന്ന് തെറ്റിദ്ധരിക്കേണ്ട ദയവായി. അതിനപ്പുറത്തേക്ക് ഈഴവ വോട്ടുകൾ BJPയിൽ ഇപ്പോഴില്ല. ആ ഈഴവ വോട്ടുകൾ സമാഹരിക്കുക എന്ന ലക്ഷ്യത്തോടു കൂടിയാണ് വെള്ളാപ്പള്ളി നടേശൻ്റെ നേതൃത്വത്തിലുള്ള ഒരു രാഷ്ട്രീയ പാർട്ടിക്ക് പുതുതായി രൂപം കൊള്ളാൻ പോകുന്നത്. ആ രാഷ്ട്രീയ പാർട്ടി നേരത്തെ അരുവിക്കരയിൽ CPM-ൽ നിന്നാണ് വോട്ടുകൾ ശേഖരിക്കുക എന്ന് നിങ്ങൾ മനസ്സിലാക്കിയിരുന്നു. അതിൻ്റെ അടിസ്ഥാനത്തിൽ ഈ പാർട്ടി ഉണ്ടാകട്ടെ, ഇത് വളരട്ടെ എന്ന നിലപാടെടുക്കുകയും അവസാനം അത് തങ്ങളുടെ തന്നെ കുഴി തോണ്ടുകയാണ് എന്ന് പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിൽ നിങ്ങൾ മനസ്സിലാക്കുകയും ചെയ്തിരിക്കുന്നു. അതുകൊണ്ടാണ് ഇന്ന് ശ്രീ VS അച്യുതാനന്ദനോടൊപ്പം ശ്രീ VM സുധീരനും ശ്രീ ഉമ്മൻചാണ്ടിയും ശ്രീ രമേശ് ചെന്നിത്തലയും ഒക്കെ തന്നെയും വെള്ളാപ്പള്ളിക്കെതിരായി ഇപ്പോൾ രാഷ്ട്രീയ നിലപാടെടുക്കുന്നത്. അപ്പോൾ നിങ്ങൾക്കും ഭയം തുടങ്ങിയിരിക്കുന്നു, ഈ ഈഴവ വോട്ടുകൾ BJPയിലേക്ക് വെള്ളാപ്പള്ളി കൊണ്ടുപോകും എന്ന്. അതിൻ്റെ അടിസ്ഥാനത്തിലുള്ള വിമർശനങ്ങൾ ആണ് ഇന്ന് രാവിലെ നമ്മൾ കണ്ടത്. അങ്ങനെയല്ല നികേഷ്. ഇപ്പോൾ ഈ വെള്ളാപ്പള്ളി നടേശനെതിരായി, അല്ലെങ്കിൽ വെള്ളാപ്പള്ളി നടേശൻ ഇപ്പോൾ ഉദ്ദേശിക്കുന്ന ഈ ജാതീയതയുടെ രാഷ്ട്രീയത്തിനെതിരായിട്ട്
കേരളത്തിൽ CPM-നേക്കാൾ മുൻപേ പടപൊരുതി വെള്ളാപ്പള്ളി നടേശനെ പലതവണ പരാജയപ്പെടുത്തിയിട്ടുള്ളത് കേരളത്തിലെ കോൺഗ്രസ് പാർട്ടി തന്നെയാണ്. ആലപ്പുഴയുടെ രാഷ്ട്രീയം അറിയാവുന്നവർക്കറിയാം, മുൻപ് ശ്രീ VM സുധീരനെതിരായും അടുത്തയിടെ ശ്രീ KC വേണുഗോപാലിനെതിരായിട്ടും വെള്ളാപ്പള്ളി ഇത്തരം രാഷ്ട്രീയം, വിഭജനത്തിന്റെ രാഷ്ട്രീയം മുന്നോട്ട് വെച്ചപ്പോൾ അതിശക്തമായി ചെറുത്തത് കേരളത്തിലെ കോൺഗ്രസ് പാർട്ടി തന്നെയാണ്. അരുവിക്കര തെരഞ്ഞെടുപ്പിന്റെ സമയത്തും അതിനുശേഷവും KPCCയുടെ കൃത്യമായ നിലപാട്, ഞാനൊന്ന് പറയട്ടെ നികേഷ്, കൃത്യമായ നിലപാട് ഞങ്ങൾ പ്രഖ്യാപിച്ചിരുന്നു. പിന്നെ അരുവിക്കര തെരഞ്ഞെടുപ്പിൽ ഇവരുടെ ഇത്തരം ഒരു ചോർച്ച കൊണ്ടാണ്, ഇവരൊരു ഒരു ഒരു കൈവഴി വെട്ടിയത് കൊണ്ടാണ് ഞങ്ങൾ വിജയിച്ചത്, അല്ലെങ്കിൽ CPM അങ്ങ് വിജയിച്ചു പോകുമായിരുന്നു എന്ന് ഞാൻ കരുതുന്നില്ല. ഇവിടെ ഇത്തരം ഒരു പാർട്ടി ഉണ്ടാവുകയാണ് എന്നുണ്ടെങ്കിൽ അത് എല്ലാ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളെയും ബാധിക്കും, ഞങ്ങളെ മാത്രമായിട്ടൊന്നുമല്ല. ആ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളെ ബാധിക്കും എന്നതുകൊണ്ട് മാത്രമല്ല വിമർശനം ഉയർത്തിയത് പാർട്ടി നേതൃത്വം ജാഗ്രത കാണിച്ചില്ല എന്ന് പറഞ്ഞത് ശ്രീ ലിജു താങ്കളായിരുന്നില്ലേ? ആ വിമർശനങ്ങൾ പുറത്തു പറയുകയും തെറ്റുകൾ തിരുത്തുകയുമാണ് സാധാരണ നിലയിൽ ഒരു ജനാധിപത്യ പാർട്ടി എന്നുള്ള നിലയിൽ കോൺഗ്രസും കോൺഗ്രസിന്റെ നേതാക്കളും ചെയ്യാറുള്ളത്. അല്ല, KPCC എക്സിക്യൂട്ടീവിൽ ഉൾപ്പെടെ ഞങ്ങൾ ക്രിയാത്മകമായ വിമർശനങ്ങൾ ഉന്നയിച്ചു എന്നത് യാഥാർത്ഥ്യമാണ്. അപ്പൊ അതിന് ചില പശ്ചാത്തലങ്ങളുണ്ട്. ഞാൻ ഇത്തരം ഒരു രാഷ്ട്രീയത്തിൽ, അല്ലെങ്കിൽ വെള്ളാപ്പള്ളി മുന്നോട്ട് വെക്കുന്ന വിഭജനത്തിന്റെ രാഷ്ട്രീയത്തെ കൂടുതൽ ശക്തമായി ഞങ്ങൾ എതിർക്കണം എന്നൊരു അഭിപ്രായം ഞാൻ മുന്നോട്ട് വെച്ചിരുന്നു. അത് ഞാൻ മാത്രമല്ല, അനവധി ആളുകൾ. അതിന് ചില കാരണങ്ങളുമുണ്ട്. ഇപ്പൊ ഉദാഹരണത്തിന് KPCCയുടെ അധ്യക്ഷൻ ശ്രീ VM സുധീരൻ, അദ്ദേഹം ഒരു അഭിപ്രായം പറയുമ്പോൾ വളരെ സഭ്യമായ ഭാഷയിൽ മിതത്വത്തോടെ സംസാരിക്കും. അതേസമയം VS അച്യുതാനന്ദൻ സംസാരിക്കുമ്പോൾ വെള്ളാപ്പള്ളി നടേശന്റെ കരണത്തടിക്കണം എന്ന് പറയും. ഇത് രണ്ട് ഭാഷകൾ തമ്മിലുള്ള വ്യത്യാസമാണ്. അപ്പൊ പുറത്തൊരു വിഷ്വൽ മീഡിയയിലൂടെ കേൾക്കുമ്പോൾ സ്വാഭാവികമായും CPM-ന്റെ എതിർപ്പ് വളരെ കൂടുതൽ. ഞങ്ങൾ VM സുധീരനും വളരെ വ്യക്തമായ ഭാഷയിൽ ആദ്യ ദിവസങ്ങളിൽ വെള്ളാപ്പള്ളി നടേശനെതിരെ വിമർശനം ഉയർത്തിയിരുന്നു. പക്ഷേ നമുക്കറിയാമല്ലോ, കോൺഗ്രസ് പാർട്ടിയിൽ എപ്പോഴും പാർലമെന്ററി പാർട്ടി നേതാവാണ് ഒന്നാമത്തെ നേതാവ്. ആ ഒന്നാമത്തെ നേതാവ് ഉമ്മൻചാണ്ടി ആയിരിക്കെ അരുവിക്കര നിയമസഭാ തെരഞ്ഞെടുപ്പിൽ അദ്ദേഹം ചെയ്തത് എന്താണ് എന്നുള്ള കാര്യം ശ്രീ ലിജു ഞാൻ പറയാതെ താങ്കൾക്കറിയാമല്ലോ. അവിടെ LDF-നെ 3-ാം സ്ഥാനത്തേക്ക് നിർത്തി 1-ാം സ്ഥാനത്തേക്ക് BJP വന്നേക്കാം എന്ന പ്രതീതി ഉണ്ടാക്കി BJP-യെ ആ മേഖലയിൽ വളർത്തുകയും ഇഴവ വോട്ടുകൾ ആ റൂട്ടിലേക്ക് ഒഴുക്കി കൊടുക്കുകയും ഒക്കെ ചെയ്തത് യഥാർത്ഥത്തിൽ ശ്രീ ഉമ്മൻചാണ്ടിയാണ്. അതാണ് നിങ്ങളുടെയൊക്കെ വിമർശനം. നമ്മൾ ഇങ്ങനെ ഒരു വിപത്ത്, നിങ്ങളുടെ ഭാഷയിലാണ് ഞാൻ പറയുന്നത്, ഇങ്ങനെ ഒരു വിപത്ത് യഥാർത്ഥത്തിൽ കണ്ടില്ല എന്ന് നടിക്കുകയോ അല്ലെങ്കിൽ അതിനോടൊപ്പം നിൽക്കുകയോ ചെയ്തു എന്നുള്ളതാണ് ശ്രീ ലിജു അടക്കമുള്ളവരുടെ KPCC എക്സിക്യൂട്ടീവിലെ വിമർശനം. അല്ല നികേഷ്, എനിക്ക് കുറച്ച് സമയം തരണം. രണ്ട് കാര്യം. ഒന്ന്, അരുവിക്കര തെരഞ്ഞെടുപ്പിൽ ഈഴവ വോട്ടുകൾ സമ്പൂർണ്ണമായി BJP-യിലേക്ക് പോയി എന്ന അഭിപ്രായക്കാരനല്ല ഞാൻ. കാരണം ഞാനിവിടെ തിരഞ്ഞെടുപ്പ് ചുമതല ഉണ്ടായിരുന്ന ഒരാളാണ്. ഈഴവ സമുദായത്തിന് വളരെ ഭൂരിപക്ഷം ഉണ്ടായിരുന്ന ആര്യനാട് പഞ്ചായത്തിൽ ഉൾപ്പെടെ CPM-ന്റെ കോട്ടയായിരുന്ന പ്രദേശങ്ങളിൽ കൂടുതൽ വോട്ട് ലഭിച്ചത് ഞങ്ങൾക്കാണ്. ഇവിടെ BJP വോട്ട് വർദ്ധിപ്പിച്ചതുകൊണ്ടല്ല, ഞങ്ങൾക്കാണ് വോട്ട് ലഭിച്ചത്. ഇപ്പോൾ നടന്ന ലോക്കൽ ബോഡി ഇലക്ഷനിലും ആ പ്രദേശങ്ങളിൽ ജയിച്ചത് ഞങ്ങളാണ്. രണ്ടാമത്തെ പ്രശ്നം, ഞാൻ ഉന്നയിച്ച വിമർശനങ്ങളുടെ ഒരു കാര്യം, ഉദാഹരണത്തിന് നമ്മൾ ചില കാര്യങ്ങൾ UDF ഐക്യജനാധിപത്യം വിളിച്ച കാര്യത്തിൽ ചില ക്ലാരിറ്റി വരുത്തണമെന്ന അഭിപ്രായക്കാരനാണ് ഞാൻ. അത് ഞാൻ അംഗീകരിക്കുന്നു. ഉദാഹരണത്തിന് ഇപ്പോൾ നമ്മുടെ ഗവൺമെന്റ് അധികാരത്തിലെത്തിയപ്പോൾ SNDP യോഗത്തിന് ഞാനൊന്ന് പറയട്ടെ, ഞങ്ങളുടെ പാർട്ടി അധികാരത്തിലെത്തിയപ്പോൾ അല്ലെങ്കിൽ ഐക്യജനാധിപത്യ മുന്നണി അധികാരത്തിലെത്തിയപ്പോൾ SNDP യോഗത്തിന് ചില സ്ഥാനങ്ങൾ നൽകിയിരുന്നു. തിരുവിതാംകൂർ ദേവസ്വം ബോർഡ്, ഗുരുവായൂർ ദേവസ്വം ബോർഡ്, പൗൾട്രി കോർപ്പറേഷൻ തുടങ്ങിയ 60 സ്ഥാനങ്ങൾ നൽകിയിരുന്നു. അതൊരു സമുദായ പ്രാതിനിധ്യം എന്ന നിലയിൽ ആശയപരമായി അത് ശരിയുമാണ്. ചിലർക്ക് ചില അഭിപ്രായ വ്യത്യാസങ്ങളുണ്ടെങ്കിലും, പക്ഷേ ഇപ്പോൾ സംഘപരിവാരവുമായി SNDP യോഗത്തിന്റെ ഇപ്പുറത്തെ യോഗത്തും SNDP എന്ന് പറയേണ്ട വെള്ളാപ്പള്ളി നടേശൻ ഇപ്പോൾ സഖ്യമുണ്ടാക്കിയിരിക്കുന്ന സാഹചര്യത്തിൽ അദ്ദേഹത്തിന്റെ അനുയായികളെ എന്ന് പറഞ്ഞാൽ ഈഴവ സമുദായത്തെ മാറ്റിനിർത്തണമെന്നല്ല ഞാൻ പറഞ്ഞത്, വെള്ളാപ്പള്ളി നടേശന്റെ അനുയായികളായി സംഘപരിവാരവുമായി യോജിച്ചു നിൽക്കുന്ന മതേതര വിരുദ്ധരായ ആൾക്കാരെ ആ സ്ഥാനത്ത് നിന്ന് പുറത്താക്കി മതേതരത്വത്തോടുള്ള കോൺഗ്രസിന്റെ പ്രതിബദ്ധത തെളിയിക്കണമെന്ന് ഞാൻ ആവശ്യപ്പെട്ടു. അത് വളരെ കൃത്യമാണ് നിലപാട്. അതിന്റെ അർത്ഥം ഈഴവരെ മാറ്റണമെന്നല്ല. അജയ് തറയിലിനെ കോൺഗ്രസ്സുകാരനായ ഞങ്ങളുടെ പ്രത്യയശാസ്ത്രത്തിനൊപ്പം നിൽക്കുന്ന അജയ് തറയിലിനെ തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് സ്ഥാനത്ത് നിയമിച്ചു. അതുപോലെ വർഗീയതയോട് ശക്തമായ എതിർപ്പുള്ള മതനിരപേക്ഷ രാഷ്ട്രീയം വെക്കുന്ന ഈഴവ സമുദായത്തിൽപ്പെട്ട ആളുകളെ തന്നെ ഇവരുടെ സ്ഥാനത്ത് നിയമിക്കണം. അതിലൂടെ കേരളത്തിലെ മതേതര സമൂഹത്തിന് ഒരു നല്ല മെസ്സേജ് കൊടുക്കണമെന്ന് ഞാൻ പറഞ്ഞ അഭിപ്രായത്തിൽ ഞാൻ ഇപ്പോഴും ഉറച്ചു നിൽക്കുന്നു. എന്തുകൊണ്ടാണ് SNDP യോഗം ഇപ്പോൾ BJP-യോടൊപ്പം നീങ്ങാൻ തീരുമാനിച്ചിട്ടും
ഈ പറയുന്ന സ്ഥാനങ്ങൾ ഒരു കോൺഗ്രസ്സുകാരൻ ചർച്ചയിൽ വിളിച്ചു പറയുകയാണ്, ഞാൻ KPCC എക്സിക്യൂട്ടീവിൽ ഇത് ആവശ്യപ്പെട്ടിരുന്നുവെന്ന്. കോൺഗ്രസിൻ്റെ വികാരമാണത്. നാണം വേണ്ടേ ശ്രീ സുനിൽ മുണ്ടപ്പള്ളി ഇപ്പോഴും കോൺഗ്രസ് നൽകിയ ആ ഉച്ഛിഷ്ടം സ്വീകരിക്കാൻ? നിങ്ങൾ സംഘപരിവാറിനോടൊപ്പം പോയിക്കോളൂ, പക്ഷേ ആ കോൺഗ്രസ് തന്ന സ്ഥാനങ്ങൾ അവർക്ക് തിരിച്ചു കൊടുത്തിട്ട് വേണ്ടേ സംഘപരിവാറിനോടൊപ്പം പോകാൻ? അല്ല, ഏത് സ്ഥാനം ഇപ്പോൾ ഉള്ളത്? ഗുരുവായൂർ ദേവസ്വം ഉണ്ട്, പൗൾട്രി കോർപ്പറേഷൻ ഉണ്ട്. കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പൗൾട്രി കോർപ്പറേഷനിലെ കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ നിങ്ങൾ ഞങ്ങളുടെ സഹായം മേടിച്ചിട്ടല്ലേ നിങ്ങൾ ഈ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ വിജയിച്ചത്? ശ്രീ ലിജു അടക്കം, നാണമില്ല ലിജുവിന് പറയാൻ, നിങ്ങളടക്കം കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ കണിച്ചുകുളകരയിൽ ബഹുമാന ജനറൽ സെക്രട്ടറിയെ കണ്ടതിന് ശേഷം നിങ്ങൾ മത്സരിച്ചത്. നിങ്ങളടക്കം നിങ്ങളുടെ സഹായം മേടിച്ചു. നിങ്ങളെ ഞാൻ വെല്ലുവിളിക്കുകയാണ്. നിങ്ങൾ ഇത്തരത്തിലുള്ള കള്ളത്തരം പരസ്യമായി പൊതുസമൂഹത്തോട് വിളിച്ചു പറയാതെ ലിജു, നിങ്ങൾ ഞാനൊക്കെ നാട്ടുകാരാ. നിങ്ങൾ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ അല്ല, നിങ്ങൾ ഇവിടെ കോൺഗ്രസ് പാർട്ടി ഈ സംസ്ഥാനത്ത് നടപ്പിലാക്കിയ കാര്യങ്ങളൊക്കെ പല വിശദീകരിച്ചല്ലോ. ഞാൻ ചോദിക്കട്ടെ, നിങ്ങൾ കാണിച്ച ന്യൂനപക്ഷ പ്രീണന നയങ്ങൾ നിങ്ങൾ കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ സഹായം മേടിച്ചിട്ട് SNDP യോഗത്തിൻ്റെ സഹായത്തോടു കൂടിയാണ് ഉമ്മൻചാണ്ടി സർക്കാർ അധികാരമേറ്റത്. ആ ഉമ്മൻചാണ്ടി സർക്കാരിൽ ഞങ്ങൾ ചില സ്ഥാനങ്ങൾ നേടിയെടുത്തിട്ടുണ്ട് എങ്കിൽ അത് ആ വോട്ടിൻ്റെ കൂറാണ് നിങ്ങൾ കാണിച്ചത്. ഈ സർക്കാർ ആദ്യം രാജിവെക്കൂ, എന്നിട്ട് ഞങ്ങൾ ആ സ്ഥാനങ്ങൾ തിരിച്ചു നൽകാം എന്ന നിലപാട് SNDP യോഗം നേരത്തെ സ്വീകരിച്ചിരുന്നു. സുനിൽ മുണ്ടപ്പള്ളി ഇപ്പോൾ ആവർത്തിക്കുകയും ചെയ്യുന്നു. നികേഷ്, കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ എനിക്കും ശ്രീ A ഷുക്കൂറിനും ആലപ്പുഴ ജില്ലയിലെ എല്ലാ UDF സ്ഥാനാർത്ഥികൾക്കുമെതിരായി പരസ്യമായി രംഗത്തിറങ്ങിയ ആളാണ് ശ്രീ വെള്ളാപ്പള്ളി നടേശൻ നേതൃത്വം നൽകുന്ന വിഭാഗം. ഒരു സംശയം വേണ്ട, പരസ്യമായി ഞങ്ങളെ തോൽപ്പിക്കും. പച്ചക്കള്ളം പറയാം. നിങ്ങൾ അമ്പലപ്പുഴയിൽ നിങ്ങൾ എത്ര പ്രാവശ്യം വന്നു? നിങ്ങൾ എത്ര പ്രാവശ്യം കണിച്ചുകുളങ്കരയിൽ വന്നു? അതൊക്കെ മറക്കാതെ കള്ളം പറയാതെ, ഞങ്ങൾക്കുൾപ്പെടെ പരസ്യമായി കള്ളം പറയാതെ നിങ്ങൾ ഒരു സ്ഥലത്ത് ഞങ്ങൾ തമ്മിൽ വെള്ളാപ്പള്ളി നടേശനും ഞാനും തമ്മിൽ നേരിട്ട് വെള്ളാപ്പള്ളി നടേശൻ ഒരു കാലഘട്ടത്തിലും എന്നെ സഹായിച്ചിട്ടില്ല. വെള്ളാപ്പള്ളി നടേശൻ സഹായിച്ചിട്ടില്ല. അപ്പൊ തെരഞ്ഞെടുപ്പ് സമയത്തും മറ്റ് സമുദായ ഞാൻ പറയട്ടെ, ഞാൻ സംസാരിക്കട്ടെ. തിരഞ്ഞെടുപ്പ് ഞാൻ ഒരു കാര്യം ഞാൻ അംഗീകരിക്കുന്നു. തിരഞ്ഞെടുപ്പ് നടക്കുന്ന സമയത്ത് ഞങ്ങൾ എല്ലാവരും സമുദായ നേതാക്കന്മാരെ നേരിട്ട് കണ്ടിരുന്നു. ഞാൻ ആ കാര്യം 100% ഞാൻ അംഗീകരിക്കുന്നു. ഇപ്പോ ഒരു പൊതു ചർച്ചയിൽ വെള്ളാപ്പള്ളി നടേശന് ഞാൻ ഞാനും സംസാരിക്കട്ടെ. ഞാൻ തിരഞ്ഞെടുപ്പിന് ഞാൻ അവിടെ ചെന്നപ്പോൾ തന്നെ അദ്ദേഹം എന്നോട് ചോദിച്ചത്, ഞാൻ അദ്ദേഹത്തെ കണ്ടപ്പോൾ എന്നോട് ചോദിച്ചത്, യൂത്ത് കോൺഗ്രസ് സംസ്ഥാന പ്രസിഡന്റ് ആയിരുന്ന നിങ്ങൾ ഈഴവ സമുദായത്തിൽപ്പെട്ട ആളായിരുന്നിട്ടും നിങ്ങൾ എന്നെ കണ്ടിരുന്നിട്ടില്ലല്ലോ, തെരഞ്ഞെടുപ്പ് സമയത്തല്ലേ നിങ്ങൾ കണ്ടത്? അപ്പൊ ഞാൻ പറഞ്ഞു, ശരിയാണ്, യൂത്ത് കോൺഗ്രസ് സംസ്ഥാന അധ്യക്ഷ നിലയിൽ ഒരു രാഷ്ട്രീയ പ്രസ്ഥാനത്തിന് നേതൃത്വത്തിരിക്കുന്ന എനിക്ക് നിങ്ങളെ വന്ന് കാണേണ്ട കാര്യമില്ല. പക്ഷെ ഒരു തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്ന സ്ഥാനാർത്ഥി എന്ന നിലയിൽ കേരളത്തിലെ എല്ലാ സമൂഹങ്ങളുടെയും സമുദായങ്ങളുടെയും പിന്തുണ അഭ്യർത്ഥിക്കേണ്ട ഉത്തരവാദിത്വം എനിക്കുണ്ട്. ഞാൻ നിങ്ങളോട് കണ്ടു. പക്ഷേ അത് വെള്ളാപ്പള്ളി നടേശനെ കാണാൻ ഞാൻ വന്നതല്ല. SNDP യോഗത്തിന്റെ ജനറൽ സെക്രട്ടറിയോട് ഞാൻ കേരളത്തിലെ പ്രബലമായ ഒരു സമൂഹത്തിന് വേണ്ടി ഞാൻ വോട്ടഭ്യർത്ഥിക്കുന്നു പറഞ്ഞു. അപ്പൊ എന്നോട് പറഞ്ഞു, നിങ്ങളെപ്പോലുള്ള ആളുകൾ, എന്നോട് അദ്ദേഹം പറഞ്ഞ വാക്കും കൂടി ഞാൻ പറയാം, ഈഴവ സമുദായത്തിൽ ജന്മം കൊണ്ട് ഈഴവനാണെങ്കിലും കർമ്മം കൊണ്ട് നിങ്ങൾ ഈഴവനല്ല, ഞങ്ങളെ ഒന്നും കാണാൻ വന്നിട്ടില്ലെന്ന് എന്നോട് അദ്ദേഹം പറഞ്ഞു. അപ്പൊ ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു, ഞാൻ വന്നത് SNDP യോഗം ജനറൽ സെക്രട്ടറി, എനിക്ക് നിങ്ങളുടെ സഹായം വേണ്ട. അത് കണ്ട നൂറുകണക്കിന് ആളുകളുണ്ട്. അന്നത്തെ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിരുന്നു. ഞങ്ങള് അദ്ദേഹത്തെ തേടി അദ്ദേഹത്തിന്റെ സഹായം അഭ്യർത്ഥിച്ച് കാലെ വീഴാൻ വേണ്ടി പോയിട്ടില്ല. വളരെ കൃത്യമായ നിലപാട് സ്വീകരിച്ച ഒരു തെരഞ്ഞെടുപ്പ് സമയത്ത് സമൂഹങ്ങളുടെ പിന്തുണ അഭ്യർത്ഥിച്ചു എന്നല്ലാതെ വെള്ളാപ്പള്ളി നടേശൻ എന്ന വ്യക്തിയുടെ കാലിൽ വീഴുന്ന തരത്തിലുള്ള രാഷ്ട്രീയം നാളിതുവരെ ഞങ്ങൾ മുന്നോട്ട് കൊണ്ടുപോയിട്ടില്ല. KC വേണുഗോപാലിനും VM സുധീരനും എതിരായി ഇദ്ദേഹം ജൽപ്പനങ്ങൾ നടത്തിയിട്ടുള്ളപ്പോൾ, കോൺഗ്രസ് പ്രസ്ഥാനത്തെ അവമാനിക്കാൻ ശ്രമിച്ചപ്പോഴൊക്കെ തന്നെ നട്ടെല്ല് നിവർത്തിപ്പിടിച്ച് നിങ്ങളെപ്പോലുള്ള ആളുകളുടെ ഔദാര്യം ഞങ്ങൾക്ക് വേണ്ട എന്ന് പറയാനുള്ള ശക്തിയും ധൈര്യവും ഞങ്ങൾ കാണിച്ചിട്ടുണ്ട്. ഇനിയും പറയും. ഒരാളിന്റെ ഔദാര്യം വിഷയം മാറ്റല്ലേ, ദയവായി വിഷയം മാറ്റല്ലേ. സംഘപരിവാറിനോടൊപ്പമാണ് നിങ്ങളിപ്പോ യാത്ര തുടങ്ങിയിരിക്കുന്നത്. ഇന്നലെ വരെയുള്ള കാര്യങ്ങൾ നമുക്ക് മറക്കാം. അത് രാഷ്ട്രീയം പറയുകയായിരുന്നു. അതിൽ പ്രത്യേകിച്ചൊരു മൂവ്മെൻറ്റിൻ്റെ ഒന്നും
ലാഞ്ചന പോലും അതിലുണ്ടായിരുന്നില്ല. പക്ഷേ ഇപ്പോൾ അതല്ല സ്ഥിതി. ഈ യാത്ര ഡിസംബർ 5-ന് തിരുവനന്തപുരത്ത് ശംഖുമുഖം കടപ്പുറത്ത് അവസാനിക്കുമ്പോൾ ഒരു പുതിയ രാഷ്ട്രീയ പാർട്ടി വെള്ളാപ്പള്ളി നടേശൻ്റെ നേതൃത്വത്തിൽ രൂപം കൊള്ളുകയാണ്. നിങ്ങളോട് കോൺഗ്രസ്സുകാർക്ക് ഒറ്റ അപേക്ഷയുള്ളൂ, ഞങ്ങൾ തന്ന ആ സ്ഥാനങ്ങളൊന്ന് രാജിവെച്ചിട്ട് നിങ്ങൾ ശംഖുമുഖം കടപ്പുറത്തേക്ക് RSSും വിശ്വ ഹിന്ദു പരിഷത്തും ഹനുമാൻ സേനയും ഒക്കെ പറയുന്ന മുദ്രാവാക്യങ്ങൾ ഉയർത്തി മാർച്ച് ചെയ്തോളൂ. പക്ഷേ ആ സ്ഥാനങ്ങൾ രാജിവെക്കുന്ന വെള്ളക്കടലാസ് അത് കോൺഗ്രസ്സുകാർക്ക് കൊടുക്കൂ നിങ്ങൾ. ഞങ്ങളുടെ പക്കൽ ഇപ്പോൾ കഴിഞ്ഞ തെരഞ്ഞെടുപ്പുകളിൽ ഞങ്ങളുടെ സഹായം നേടി അധികാരത്തിൽ വന്ന ആളുകൾ അവർ ഞങ്ങൾക്ക് ആ അധികാരത്തിൻ്റെ അവസരത്തിൽ പലപ്പോഴും ചില ആനുകൂല്യങ്ങളൊക്കെ ഈ സമുദായത്തിൽ നൽകാനുണ്ട്. അങ്ങനെ കുറേ കാര്യങ്ങൾ തന്നു. പക്ഷേ നിലവിൽ ഇപ്പോൾ ഞങ്ങളുടെ കൈകൾഷമാകെ ഉള്ളത് എനിക്ക് തോന്നുന്നു പോൾട്രി മാത്രമാണ്. അതിനെപ്പറ്റിയൊക്കെ ഞങ്ങൾ ആലോചിക്കും. എപ്പോൾ ആലോചിക്കും? ഇക്കാര്യത്തിലൊരു തീരുമാനം പറയുന്നത് പറഞ്ഞല്ലോ. ഈ പോൾട്രി കോർപ്പറേഷൻ, പിന്നെ കുരുവായൂർ ദേവസ്വം കിടക്കുന്നു, പിന്നെ ഉണ്ടല്ലോ ലിജു ഒക്കെ അല്ലേ KPCC എക്സിക്യൂട്ടീവിൽ പ്രസംഗിക്കാൻ വേണ്ടി അതിൻ്റെയൊക്കെ ഡീറ്റെയിൽസ് എടുത്തിട്ടുണ്ടാവുക. ഇഷ്ടംപോലെ ഉണ്ട്. തീർച്ചയായും പൗൾട്രി കോർപ്പറേഷൻ, ഗുരുവായൂർ ദേവസ്വം, വേറെ അനവധി കാര്യങ്ങളുണ്ട്. യഥാർത്ഥത്തിൽ തുറന്നു കഴിഞ്ഞാൽ അപമാനമാണ്. നമ്മുടെ ഈ നാട്ടിലെ സമുദായ കോടതികളിലെ പ്രീഡർ സ്ഥാനങ്ങൾ പോലും കൊടുക്കുന്ന ഒരു സാഹചര്യം നാട്ടിലുണ്ട്. എന്തൊരു കഷ്ടമാണ്. ഇത് കൊടുക്കുന്ന നിങ്ങളെയാണോ പറയേണ്ടത്, വാങ്ങുന്ന അവരെയാണോ പറയേണ്ടത്? കൊടുക്കുന്ന ഞങ്ങളെയും ലിജു ഇക്കാര്യത്തിലൊരു സത്യസന്ധമായ നിലപാട് സ്വാഗതാർഹമായ കാര്യമാണ്. തുടരുക. ശ്രീ PM മനോജ്, ആളുകളെ കുറ്റം പറയണം, സമുദായങ്ങൾക്ക് ശംഖുമുഖത്ത് ജലസമാധി പക്ഷേ നിങ്ങളെല്ലാം ഈ കുരങ്ങന്റെ കാലിൽ പൊള്ളലേൽക്കുമ്പോഴുള്ള ഒരു തുള്ളിച്ചാട്ടം ഉണ്ടല്ലോ, ആ തുള്ളിച്ചാട്ടമാണ് വെള്ളാപ്പള്ളി നടേശൻ അദ്ദേഹത്തിൻ്റെ യാത്ര കാണുമ്പോൾ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ നേതാക്കൾക്കുള്ളത് എന്ന് പറയുന്നത് അക്ഷരാർത്ഥത്തിൽ ശരിയല്ലേ? വെള്ളാപ്പള്ളി അതെയോ ഇനി വേറെ എന്തെങ്കിലുമൊക്കെ നടത്തുന്നുണ്ടെങ്കിൽ നടത്തിക്കൊള്ളട്ടെ, നിങ്ങളെന്തിനാണ് ഇങ്ങനെ വെപ്രാളപ്പെടുന്നത്? അല്ല കേരളത്തിൽ വർഗീയ ശക്തികൾ ശക്തിപ്പെടുന്ന ഏത് ഘട്ടത്തിലും അത് ചെറിയ കാര്യമാണെങ്കിൽ പോലും ഞങ്ങൾക്ക് പൊള്ളലേൽക്കും. ആ വർഗീയ ശക്തികളെ ശക്തിപ്പെടാൻ പാടില്ല, അതുപോലെ തന്നെ അതിനെ ചെറുക്കണം എന്ന കൃത്യമായ നിർബന്ധം ഇടതുപക്ഷത്തിനും CPIM-നും ഉണ്ട്. അത് പൊള്ളലേൽക്കുന്നത് തന്നെയാണ്, അതിൽ ഒരു സംശയവും വേണ്ട. അത് പൊള്ളലേൽക്കുന്നതിനേക്കാൾ രൂക്ഷമായ രീതിയിൽ ഞങ്ങൾ പ്രതികരിക്കും. അതൊരു ഭാഗം. രണ്ട്, ഇവിടെ ഇപ്പോൾ ഒരു വിശദീകരണവും വേണ്ടാത്ത രീതിയിൽ, ആരും പറയേണ്ടതില്ലാത്ത രീതിയിൽ കാര്യങ്ങൾ വ്യക്തമാവുകയാണ്. കോൺഗ്രസ് SNDP-യുമായി അല്ലെങ്കിൽ നമ്മുടെ വെള്ളാപ്പള്ളി നടേശനുമായി കൃത്യമായ കച്ചവടം നടത്തിയിരിക്കുന്നു. ഇത് കച്ചവടമാണ്. വെള്ളാപ്പള്ളിയുടെ വോട്ട് ഇങ്ങോട്ട് വാങ്ങുക, സ്ഥാനം അങ്ങോട്ട് കൊടുക്കുക. ഇത് നമ്മുടെ മുണ്ടപ്പള്ളിയും ലിജുവും സമ്മതിച്ചിരിക്കുന്നു. ഇനിയിപ്പോൾ ആരും ചർച്ച ചെയ്യേണ്ട കാര്യമില്ല. ഇവർ തമ്മിലുള്ള കച്ചവടം നടന്നു. ആ കച്ചവടത്തിലെ ലാഭവും അതുപോലെ ലാഭമില്ലായ്മയും ഏറ്റക്കുറച്ചിലും ഒക്കെ വിഷയം. അതുകൊണ്ട് തന്നെ പറഞ്ഞത് നിങ്ങളതാ അല്ലെങ്കിൽ എന്തിന് നിങ്ങൾ ഇത്രയും സ്ഥാനങ്ങൾ കൊടുത്തു? എന്തിന്? ഇപ്പൊ ലിജു വെള്ളാപ്പള്ളിയുടെ വോട്ട് വേണ്ടെന്ന് പറഞ്ഞു, എന്നിട്ട് എന്തിന് ഇത്രയും സ്ഥാനങ്ങൾ കൊടുത്തു? ഇപ്പോഴും സ്ഥാനങ്ങൾ ഉണ്ടെന്ന് പറയുന്നു. ആ സ്ഥാനങ്ങള് രാജിവെച്ചിട്ടില്ല എന്ന് പറയുന്നു. പരിഭവം നടിക്കുന്നു. വേണുഗോപാലിനെ ഏത് തരത്തിലുള്ള കച്ചവടത്തിനും തയ്യാറാണ്. നിങ്ങൾക്ക് 4 വോട്ട് കിട്ടാൻ നിങ്ങൾ ആരുടെ മുന്നിലും ആരുടെ കാല് വെക്കാൻ പോലും തയ്യാറാണ്. അതിന്റെ തെളിവാണ് നിങ്ങൾ തർക്കിച്ചിട്ടൊന്നും കാര്യമില്ല. അത് നാട്ടുകാർ മുഴുവൻ മനസ്സിലാക്കിയ കാര്യമാണ്. ഇവിടെ കോൺഗ്രസ് ഒരു വിഷയമല്ലെന്ന്. കോൺഗ്രസ് ഇതുപോലെ കച്ചവടം നടത്തുന്ന പാർട്ടിയാണ്. ആ കോൺഗ്രസ് കച്ചവടം നടത്തട്ടെ. അവർക്ക് 4 വോട്ട് കിട്ടുമ്പോൾ അവർ ഏത് സ്ഥാനവും എന്തും ചെയ്യാൻ തയ്യാറാണ് കോൺഗ്രസ്. അതല്ലല്ലോ ഇവിടുത്തെ പ്രശ്നം. ഇവിടുത്തെ പ്രശ്നം എന്താണ്? ഈ വെള്ളാപ്പള്ളി നയിക്കുന്ന യാത്രയുടെയും അതിൻ്റെ തുടർച്ചയായി ഉണ്ടാകാൻ പോകുന്ന രാഷ്ട്രീയ പാർട്ടിയുടെയും സാങ്കത്യം എന്നതാണ് ഇവിടെ ചർച്ച ചെയ്തത്. ഞാനിവിടെ ഉണ്ടായിരുന്നില്ല, എന്നാൽ ആ ചർച്ച കേട്ടപ്പോൾ എനിക്ക് മനസ്സിലായത് പ്രധാനപ്പെട്ട ഒരു ചോദ്യം ഇവിടെ ചർച്ച ചെയ്തത് എന്താണ് വെള്ളാപ്പള്ളി നയിക്കുന്ന രാഷ്ട്രീയ പാർട്ടി, പുതിയ രാഷ്ട്രീയ പാർട്ടി വരുമ്പോൾ അതിൻ്റെ സ്ഥാനമെന്ന്. അത് ഇന്ന് സഖാവ് പിണറായി വിജയൻ കൃത്യമായിട്ട് സൂചിപ്പിച്ചിട്ടുണ്ട്. എന്താണെന്നോ? അത് ശിവസേനയുടെ സ്ഥാനമാണ്. അതായത് ആരാണ് കൂടുതൽ വർഗീയതയുള്ളത്, ആർക്കാണ് കൂടുതൽ വർഗീയ
സ്വഭാവമുള്ളത് എന്ന് മത്സരിക്കുന്ന BJPയും സംഘപരിവാറും ശിവസേനയും തമ്മിൽ മത്സരിക്കുന്ന അവസ്ഥയാണ് ഇന്ന് മഹാരാഷ്ട്രയിലുള്ളത്, ബോംബെയിലുള്ളത്, ഇന്ത്യയിലാകെ കാണുന്നത് അസഹിഷ്ണുതയുടേത്. ആ അസഹിഷ്ണുതയിൽ BJPയോട് മത്സരിക്കുന്ന ശിവസേനയുടെ സ്ഥാനമാണ് വെള്ളാപ്പള്ളി നടേശൻ എന്ന ഇന്നത്തെ ശ്രീനാരായണ ഗുരുവിൻ്റെ പേര് പറഞ്ഞ് ഈ സ്ഥാനം നേടിയ മനുഷ്യൻ രാഷ്ട്രീയമായി രംഗപ്രവേശം ചെയ്യുമ്പോൾ ഉണ്ടാകാൻ പോകുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഇന്നിപ്പോൾ വെള്ളാപ്പള്ളിയുടെ വടക്കേ ഇന്ത്യൻ രാഷ്ട്രീയം മതത്തിന്റെ അടിസ്ഥാനത്തിൽ, ജാതിയുടെ അടിസ്ഥാനത്തിൽ ഇവിടെ കുറെ പാർട്ടികൾ ഉണ്ടാവുക, അതിനെ കോർത്തിണക്കിക്കൊണ്ടുള്ള ഒരു മാല, ആ മാല ഒരു മുന്നണിയാക്കി BJP ഒരു പരീക്ഷണം നടത്തുകയാണോ? അല്ല, അങ്ങനെ ജാതിയുടെയും മതത്തിന്റെയും അടിസ്ഥാനത്തിലല്ലല്ലോ രാഷ്ട്രീയ പാർട്ടികൾ ഉണ്ടാകുന്നത്. ഉദാഹരണമായിട്ട് വെള്ളാപ്പള്ളി നടേശൻ ഏതെങ്കിലും ഒരു ജാതി മാത്രമല്ലല്ലോ. ആ ജാതിയിലും ആ മുന്നേറ്റത്തിലും കേരളത്തിലെ ഭൂരിപക്ഷ സമൂഹത്തിലെ എല്ലാ ജാതികളും ഉണ്ടല്ലോ. പട്ടികജാതി വിഭാഗത്തിൽപ്പെട്ട ആളുകളുണ്ട്, മുന്നോക്ക വിഭാഗത്തിൽപ്പെട്ട ആളുകളുണ്ട്, ധീവരസഭ ആ ജാതിയിലുണ്ട്, സാംഭവ സഭ ആ ജാതിയിലുണ്ട്. കേരളത്തിലെ ഏറ്റവും സാധാരണക്കാരായിട്ടുള്ള ജനവിഭാഗങ്ങളെ എല്ലാം ഉൾപ്പെടുന്ന സംഘടനകൾ ആ ജാതിയിലുണ്ട്. അപ്പൊ എങ്ങനെയാണ് അത് ഒരു വിഭജനമാവുക? സത്യത്തിൽ ഭൂരിപക്ഷ സമൂഹത്തിന്റെ ഒരു ഐക്യത്തെയാണ് ആ ജാഥ മുന്നോട്ട് വെക്കുന്നത്. അതൊരിക്കലും വിഭജനത്തിന്റെ രാഷ്ട്രീയമല്ല. രണ്ടാമത്, കേരളത്തിൽ മതത്തിന്റെ അടിസ്ഥാനത്തിൽ രാഷ്ട്രീയ പാർട്ടി ഉണ്ടാക്കിയത് മുസ്ലിം ലീഗ് അല്ലേ? ആ മുസ്ലിം ലീഗിന്റെ കൂടെ മാർക്സിസ്റ്റ് പാർട്ടി സഖ്യം ചേർന്നിട്ടുണ്ട്, കോൺഗ്രസ് സഖ്യം ചേർന്നിട്ടുണ്ട്. ഇപ്പോഴും സഖ്യം ചേരാൻ അവർക്ക് യാതൊരു മടിയുമില്ല. മുസ്ലിം ലീഗിന് വർഗീയത പോരാ എന്ന് പറഞ്ഞുകൊണ്ട് സുലൈമാൻ സേട്ട് ഒരു പാർട്ടി ഉണ്ടാക്കി. ആ പാർട്ടിയുടെ കൂടെ മാർക്സിസ്റ്റ് പാർട്ടിയും ചേർന്നിട്ടുണ്ട്, കോൺഗ്രസും ചേർന്നിട്ടുണ്ട്. ഈ നാട്ടിലെ ഏറ്റവും കൂടുതൽ മതയാഥാസ്ഥികവാദം വളർത്താൻ പരിശ്രമിച്ചിട്ടുള്ള ആളാണ് കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാർ. അദ്ദേഹം ഒരു ജാഥ നടത്തിയപ്പോൾ ആ ജാഥയുടെ ഇടത്തും വലത്തും മാർക്സിസ്റ്റുകാരുണ്ടായിരുന്നു, കോൺഗ്രസ്സുകാരും ഉണ്ടായിരുന്നു. ഇവിടെ ജമായത്തെ ഇസ്ലാമി ഉണ്ട്. ആ ജമായത്തെ ഇസ്ലാമി CPM-ന്റെ കൂടെയുണ്ട്, കോൺഗ്രസിന്റെ കൂടെയുണ്ട്. അപ്പൊ നികേഷ്, ഇതെല്ലാം എല്ലാവർക്കും അറിയാം. ഇവിടെ വേവലാതി എന്താ? വേവലാതി വളരെ കൃത്യമാണ്. ഒരു പുതിയ രാഷ്ട്രീയം കേരളത്തിൽ ഉണ്ടാകുമ്പോൾ തങ്ങളുടെ കാൽക്കീഴിനിടയിലെ മണ്ണ് ഒലിച്ചു പോകുമോ എന്നുള്ള ഭയമുണ്ട്. ആ നേരത്തെ നികേഷ് തന്നെ ചൂണ്ടിക്കാണിച്ചില്ലേ, ആ ഭയമില്ല എങ്കിൽ ഇവരെന്തിനിങ്ങനെ വേവലാതിപ്പെടണം? വെള്ളാപ്പള്ളി നടേശന്റെ നേതൃത്വത്തിൽ ഒരു ജാഥ നടക്കട്ടെ. എത്രയോ ജാഥകൾ കേരളത്തിൽ നടക്കുന്നു. വെള്ളാപ്പള്ളി നടേശന്റെ നേതൃത്വത്തിൽ ഒരു ജാഥ തുടങ്ങുമ്പോൾ മാത്രം ഇങ്ങനെ വേവലാതിപ്പെടുന്നുണ്ടെങ്കിൽ ആ ജാഥ കൊള്ളേണ്ടടുത്ത് കൊണ്ടിട്ടുണ്ട്. ജാഥയിൽ ഉയർത്തുന്ന ആശയങ്ങൾ കൊള്ളേണ്ടടുത്ത് കൊണ്ടിട്ടുണ്ട്. അതാണ് ഈ വെപ്രാളം. ആ വെപ്രാളമാണ് ഇവർ കാണിക്കുന്നത്. ആ വെപ്രാളപ്പെടുന്നതോടുകൂടി ഇന്ന് ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവ് രാവിലെ ഉറഞ്ഞു തുള്ളിയത് മുതൽ തന്നെ ഈ ശ്രീ വെള്ളാപ്പള്ളി നടേശന്റെ ജാഥ കേരളത്തിൽ വിജയിച്ചിരിക്കുന്നു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഇവിടെ MG രമേശ്, PM മനോജ് ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്. എന്തിനാണ് മറ്റൊരു ഹിന്ദു പാർട്ടി എന്ന്? അത് അസഹിഷ്ണുതയുടെ അടിസ്ഥാനത്തിൽ 1, 2 എന്ന് നമ്പർ ഇടുകയാണെങ്കിൽ BJPയേക്കാൾ കടുത്ത ഒരു അസഹിഷ്ണുത പാർട്ടി, ഒരു ശിവസേന ലൈക്ക് പാർട്ടി എന്നുള്ളതാണ് വെള്ളാപ്പള്ളി നടേശനെ കൊണ്ട് നിങ്ങൾ ഉണ്ടാക്കിക്കുന്നത്, നിങ്ങളുടെ ആസൂത്രണത്തിൽ ഉണ്ടാകാൻ പോകുന്നത്. ഈ PM മനോജിന്റെ പാർട്ടി സഹിഷ്ണുതയെക്കുറിച്ച് ആരെയാണ് പഠിപ്പിക്കുന്നത്? എൻ്റെ മനോജെ, BJPക്ക് സഹിഷ്ണുതയുള്ളത് കൊണ്ടാണ് BJPക്ക് മുൻതൂക്കമുള്ള ഒരു പ്രദേശത്ത് നിങ്ങൾക്ക് ഒരു ബുദ്ധിമുട്ടും ഇല്ലാത്തത്. നിങ്ങൾക്ക് മുൻതൂക്കമുള്ള സ്ഥലത്ത് നാം കണ്ടല്ലോ ഈ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ എതിർ സ്ഥാനാർത്ഥിയുടെ മുടി മുറിച്ച് മുട്ടിയടിക്കുന്ന പാർട്ടിയല്ലേ മനോജ് നിങ്ങളുടെ പാർട്ടി? എന്ത് സഹിഷ്ണുത നിങ്ങൾക്കുള്ളത്? സ്വന്തം എതിർച്ചേരിയിൽ മത്സരിക്കുന്ന സ്ഥാനാർത്ഥി ആ നാട്ടിൽ ജീവിക്കാൻ വിടാത്തൊരു പാർട്ടി, ആ പാർട്ടിയാണോ സഹിഷ്ണുതയെക്കുറിച്ച് പറയുന്നത്? മറ്റെന്തെങ്കിലും പറയും നിങ്ങൾ. അതുകൊണ്ട് മാർക്സിസ്റ്റ് പാർട്ടി BJPയെ സഹിഷ്ണുതയൊന്നും പഠിപ്പിക്കേണ്ട. സഹിഷ്ണുത എന്ന വാക്കിന്റെ അർത്ഥം തന്നെ നിങ്ങൾക്കറിയില്ല. പിന്നെ നിങ്ങൾ ശിവസേനയെ കുറിച്ച് പറഞ്ഞല്ലോ. ആ താനൂരിലെ സഖാക്കന്മാരോട് പോയി പറ ശിവസേനയുമായിട്ടുള്ള സഖ്യമൊന്ന് ഒഴിവാക്കാൻ. താനൂർ നഗരസഭയിൽ രണ്ട് ശിവസേന സ്ഥാനാർത്ഥികൾക്ക് വേണ്ടി രാവും പകലും കഷ്ടപ്പെട്ട് വോട്ട് പിടിച്ച പാർട്ടിയാ മനോജ നിങ്ങളുടെ പാർട്ടി. അവിടെ പോയി അവരോട് ശിവസേനയുമായുള്ള സഖ്യമൊന്ന് ഒഴിവാക്കിയിട്ട് BJP കുറ്റം പറയാൻ പറ. മനോജ് മറുപടി വളരെ വേഗത്തിൽ. അല്ല, എനിക്കൊരു സംശയമുണ്ട്. എങ്ങനെയാണ് BJP, MD രമേശ് നയിക്കുന്ന BJPയും വെള്ളാപ്പള്ളി നടേശൻ നയിക്കുന്ന പുതിയ പാർട്ടിയും തമ്മിൽ വ്യത്യാസപ്പെടുന്നത് എന്ന് MD രമേശ് ഒന്ന് പറഞ്ഞു തന്നാൽ ഉപകാരമായിരുന്നു. അത് വെള്ളാപ്പള്ളി നടേശന്റെ പുതിയ പാർട്ടി വരട്ടെ, അപ്പോൾ നമുക്ക് പറയാം. പാർട്ടി വന്നില്ലല്ലോ മനോജ്, ധൃതിപ്പെടല്ല. ആ പാർട്ടി വരുമ്പോൾ നമുക്ക് പറയാം. BJP ഇന്ത്യ രാജ്യത്ത് എല്ലാ ജനവിഭാഗങ്ങളെയും ഉൾക്കൊള്ളുന്ന പാർട്ടിയാണ്. ഈ രാജ്യത്തെ ഏറ്റവും വലിയ ദേശീയ പാർട്ടിയാണ്. അതിന്റെ അർത്ഥം ഓരോ സംസ്ഥാനത്തും മറ്റ് പാർട്ടികൾ ഉണ്ടാകരുത് എന്ന അഭിപ്രായം ഞങ്ങൾക്കില്ല. നിങ്ങൾ മാർക്സിസ്റ്റ് പാർട്ടിയെ പോലെ നിങ്ങൾ മാത്രം മതി എന്ന വിശ്വാസമൊന്നും BJPക്കില്ല. നിങ്ങൾ അങ്ങനെയാണല്ലോ, നിങ്ങൾ മാത്രം മതിയല്ലോ. സ്വന്തം
കൂടെ ഇരിക്കുന്ന വലത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കാരുടെ കാലടക്കം തല്ലി ഒടിക്കുന്ന പാർട്ടിയല്ലേ മനോജ് നിങ്ങളുടെ പാർട്ടി? അതിനർത്ഥം ഞങ്ങൾ മാത്രം മതി എന്ന അഭിപ്രായമല്ലേ നിങ്ങൾക്ക്? ഞങ്ങൾക്ക് അങ്ങനെയില്ല. ധാരാളം രാഷ്ട്രീയ മാധവൻ നായർ ചൂണ്ടിക്കാണിച്ചതുപോലെ, രക്ഷാധികാരിയായി പ്രവർത്തിച്ച ശ്രീ മാധവൻ നായർ ചൂണ്ടിക്കാണിച്ചതുപോലെ BJP പോരെ, എന്തിനാണ് പുതിയൊരു രാഷ്ട്രീയ പാർട്ടി എന്നൊരു ചോദ്യം ഇവിടെ പ്രസക്തമാവുകയല്ലേ? നിങ്ങൾ ഇത് തനിയെ ഉണ്ടാകുന്ന അല്ലെങ്കിൽ വെള്ളാപ്പള്ളിയുടെ ഇഷ്ടത്തിലുണ്ടാകുന്ന ഒരു രാഷ്ട്രീയ പാർട്ടി അല്ല. പകരം BJPയുടെ അഖിലേന്ത്യാ അധ്യക്ഷൻ അമിത്ഷായെ കാണാൻ പോയപ്പോൾ അമിത്ഷാ ആസൂത്രണം ചെയ്യുന്ന ഒരു രാഷ്ട്രീയ പാർട്ടിയാണ്. ആ രാഷ്ട്രീയ പാർട്ടിക്ക് അമിത്ഷാ ഉണ്ടാക്കുമ്പോൾ BJPയുടെ അതേ സ്വഭാവം തന്നെയല്ലേ നൽകാനാകൂ? അങ്ങനെ എന്തിനാണ് രണ്ട് പാർട്ടികൾ? നേരത്തെ ശ്രീ മാധവൻ നായർ ചോദിച്ചതുപോലെ BJPയിൽ ഇവരൊക്കെ ചേരട്ടെ എന്ന നിലപാട് സ്വീകരിക്കുന്നതല്ലേ കൂടുതൽ ഉചിതം? ഒരു കൺഫ്യൂഷൻ നമുക്ക് കുറയ്ക്കാൻ കഴിയും. അല്ല, ഞങ്ങൾക്ക് കൺഫ്യൂഷൻ ഇല്ല. നിങ്ങൾക്ക് എന്തെങ്കിലും കൺഫ്യൂഷൻ ഉണ്ടെങ്കിൽ അത് രാഷ്ട്രീയ പാർട്ടി രൂപീകരിക്കപ്പെട്ട് കഴിഞ്ഞാൽ മാറിപ്പോവായിരിക്കും. ഞങ്ങൾക്ക് കൺഫ്യൂഷൻ ഒന്നുമില്ല. BJPയിലേക്ക് പരമാവധി ആളുകളെ കൊണ്ടുവരാനാണ് ഞങ്ങൾ ശ്രമിക്കുക. പക്ഷേ ഈ രാജ്യത്ത് എല്ലാവരും BJPയിലേക്ക് വരുമ്പോൾ നമുക്ക് പ്രതീക്ഷിക്കാൻ പറ്റില്ലല്ലോ. അതുകൊണ്ട് ധാരാളം രാഷ്ട്രീയ പാർട്ടികൾ ഉണ്ടാവട്ടെ. അതെന്തിനെ തർക്കിക്കുന്നത്? അത് ഞങ്ങൾക്ക് എന്തെങ്കിലും അഭിപ്രായ വ്യത്യാസം? വെള്ളാപ്പള്ളി നടേശന്റെ നേതൃത്വത്തിൽ ഒരു രാഷ്ട്രീയ പാർട്ടി കേരളത്തിൽ ഉണ്ടാകുന്നു. അദ്ദേഹം നേതൃത്വം കൊടുക്കോ ഇല്ലയോ എന്ന് എനിക്കറിയില്ല. പക്ഷേ SNDP യോഗത്തിലെ ചില നേതാക്കന്മാർ, KPMSലെ നേതാക്കന്മാർ, അവരൊക്കെ ആ രാഷ്ട്രീയ പാർട്ടിയുടെ അമരത്തുണ്ടാകുമെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അങ്ങനെ ഒരു പുതിയ രാഷ്ട്രീയ പാർട്ടി വരട്ടെ. ആ രാഷ്ട്രീയ പാർട്ടി മുമ്പോട്ട് വെക്കുന്ന ആശയങ്ങളുടെ BJPക്ക് ആഭിമുഖ്യമുണ്ട്. ആ ആഭിമുഖ്യം ഞങ്ങൾ പരസ്യമായി പ്രകടിപ്പിച്ചിട്ടുണ്ട്. നാളെ ആ രാഷ്ട്രീയ പാർട്ടി BJPയുമായിട്ട് ധാരണക്ക് വരെ ശ്രമിച്ചാൽ സ്വാഭാവികമായും ഞങ്ങൾ അതിനെ സ്വാഗതം ചെയ്യും. സിനിൽ മുണ്ടപ്പള്ളി, SNDP യോഗം ജനറൽ സെക്രട്ടറി ഒരു രാഷ്ട്രീയ പാർട്ടി രൂപീകരിക്കുന്നതിനുള്ളൊരു ജാഥ ആരംഭിച്ചിരിക്കുകയാണ്. നേരത്തെയും SNDP യോഗം ജനറൽ സെക്രട്ടറി പദത്തിലിരുന്നവർ രാഷ്ട്രീയത്തിൽ, സജീവ രാഷ്ട്രീയത്തിൽ ഇറങ്ങിയിട്ടുണ്ട്. പക്ഷെ അവരൊരു മര്യാദ കാണിച്ചിരുന്നു. SNDP യോഗം ജനറൽ സെക്രട്ടറി സ്ഥാനം രാജിവെച്ചുകൊണ്ടായിരുന്നു ആ യാത്ര അവർ തുടങ്ങിയത്. ഇവിടെ വെള്ളാപ്പള്ളി നടേശന് അങ്ങനെ നാണവും മാനവും ഒന്നുമില്ല. അങ്ങനെ എന്തിനാണ് പറയുന്നത്? SNDP യോഗം ഒരിക്കലും ഒരു രാഷ്ട്രീയ പാർട്ടി രൂപീകരിക്കില്ല. വെറും സാങ്കേതികത്വമല്ലേ ശ്രീ സിനിൽ മുണ്ടപ്പള്ളി? SNDP യോഗം ജനറൽ സെക്രട്ടറിയുടെ ഈ ജാഥയോട് കൂടിയാണ് അദ്ദേഹം 1 കോടി രൂപയുടെ കാരവനിൽ സഞ്ചരിച്ചു കൊണ്ടുള്ള ഈ ജാഥയുടെ സമാപനത്തിലാണ് ആ പാർട്ടി രൂപീകൃതമാവുക. SNDP യോഗം ഒരു രാഷ്ട്രീയ പാർട്ടി രൂപീകരിക്കില്ല എന്ന് പറയുന്നത് സ്വാഭാവികമായും അങ്ങനെയല്ലേ കഴിയൂ. പകരം ഈ പറയുന്ന ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശനാണ് ആ രാഷ്ട്രീയ പാർട്ടിയുടെ മുഖ്യ കാർമ്മികത്വം. പ്രിയപ്പെട്ട ശ്രീ നികേഷ് കുമാർ, താങ്കൾ കേരളത്തിലൊരു ബഹുമുഖ പ്രതിഭയായ മാധ്യമപ്രവർത്തന. താങ്കൾ ഒരിക്കലും പറയില്ല 1 കോടി രൂപയുടെ കാരവാൻ. അതൊക്കെ പറഞ്ഞ് ഈ പാവപ്പെട്ട ജനസമൂഹത്തിന് എന്തിനാ തെറ്റിദ്ധരിപ്പിക്കുന്നത്? അത് SNDPയുടെ യൂത്ത് മൂവ്മെൻറ്റിൻ്റെ ഒരു പ്രവർത്തകൻ്റെ ഒരു വാഹനമാണ്. അത് ജാഥയ്ക്ക് വേണ്ടി ഉപയോഗിക്കാൻ നൽകിയിരിക്കുകയാണ്. അത് ആദ്യം മനസ്സിലാക്കുക. പിന്നെ മറ്റൊരു കാര്യം, SNDP യോഗം, ഞാൻ പറഞ്ഞതുപോലെ SNDP യോഗം ഒരിക്കലും ഒരു രാഷ്ട്രീയ പാർട്ടി രൂപീകരിക്കുന്നില്ല. യോഗത്തിൻ്റെ നേതൃത്വത്തിലുള്ള ബഹുമാനായ ജനറൽ സെക്രട്ടറി ആവർത്തിച്ച് പറഞ്ഞിട്ടുണ്ട്. ഇവിടെ ഒരു പാർട്ടി രൂപീകരിക്കേണ്ട സാഹചര്യം എന്താണ്? കേരളത്തിൽ ഈ പറഞ്ഞ ലിജുവിൻ്റെ പാർട്ടി, അവരുടെ പാർട്ടി സംവിധാനത്തെ നോക്ക്. UDFൻ്റെ കൺവീനർ, KSUവിൻ്റെ സംസ്ഥാന പ്രസിഡന്റ്, യൂത്ത് കോൺഗ്രസ് സംസ്ഥാന പ്രസിഡന്റ്, ഇവിടുത്തെ മന്ത്രിമാരുടെ എണ്ണം അടക്കം പരിശോധിച്ചാൽ ഭൂരിപക്ഷ സമുദായത്തിന് എന്തുണ്ട്, ഈഴവ സമുദായത്തിന് എന്തുണ്ട്? ഞാൻ ലിജുവിനോട് ചോദിക്കണം, നിങ്ങളുടെ പാർട്ടിയുടെ കണക്കെടുത്ത് നോക്ക്. ഓരോരുത്തരും പേര് ഞാൻ പറയുന്നില്ല. ഇത്രമാത്രം ന്യൂനപക്ഷ പ്രീണന നയം നടത്തിയ ഒരു പാർട്ടി വരെ ഉണ്ടോ? ഇവിടെ കോട്ടയവും ഇടുക്കിയും കോഴിക്കോടും മലപ്പുറവും ഈ 4 ജില്ലകൾ ചേർന്നല്ലേ കേരളം ഭരിക്കുന്നത്. അതുകൊണ്ടല്ലേ ഭൂരിപക്ഷ സമുദായത്തിന് നേതാക്കന്മാർ പോലും പറയുന്നത് കേരളത്തിൽ ഭരിക്കുന്ന ആളുകളെ സംബന്ധിച്ച് പരിശോധിച്ച് നോക്ക്. ഇതൊക്കെ മനസ്സിലാക്കുമ്പോൾ തീർച്ചയായിട്ടും കേരളത്തിൽ ഒരു രാഷ്ട്രീയ സംവിധാനം അനിവാര്യമാണ്. ഭൂരിപക്ഷ സമുദായങ്ങൾ ആരുടെയും അവകാശങ്ങൾ പിടിച്ചു വാങ്ങാൻ വരുന്നില്ല. എല്ലാവർക്കും തുല്യമായി നീതി കൊടുക്കണം. അത് രാജ്യത്തിന്റെ ഭരണഘടന വിഭാവനം ചെയ്യുന്ന ഇനി തെരഞ്ഞെടുപ്പിൽ വോട്ട് വേണ്ട വെള്ളാപ്പള്ളി നടേശന്റെ എന്നൊക്കെ പറയാം. കാരണം വെള്ളാപ്പള്ളി നടേശൻ ഒരു പുതിയ രാഷ്ട്രീയ പാർട്ടി ഉണ്ടാക്കിയാണ്, നിങ്ങൾക്ക് എന്തായാലും വോട്ട് തരാനും പോകുന്നില്ല. പക്ഷേ കോൺഗ്രസ് പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം നോക്കൂ, തിരുവനന്തപുരത്ത് ഇഴവ വോട്ട് പോയി 3ാം സ്ഥാനത്തായി പോയിരിക്കുന്നു നിങ്ങൾ. ആലപ്പുഴയിൽ ഷുക്കൂർ തന്നെ പറയുന്നത് കൊണ്ടുപോയത് ഞങ്ങളുടെ വോട്ടാണ് എന്ന്. എന്ത് പ്രതിരോധമാണ് നിങ്ങൾക്ക് സാധ്യമാവുക? BJPയുടെ സംസ്ഥാന പ്രസിഡന്റ് ആയിട്ടില്ലെങ്കിൽ ഇപ്പുറത്തിരിക്കുന്ന ശ്രീ MT രമേശ് ഉണ്ടല്ലോ, MT രമേശ് അടക്കം വരും അങ്ങോട്ടേക്ക് ചെങ്ങന്നൂരിൽ. ഒരു നിമിഷം നികേഷ്. ഒന്ന്, പിന്നെ ഈ ഡീൻ കുര്യാക്കോസും ജോയിയും ഒക്കെ ജയിച്ചത് തിരഞ്ഞെടുപ്പ് നടത്തിയ, സംഘടനാ തെരഞ്ഞെടുപ്പ് നടത്തിയ. അതിനു മുമ്പ് യൂത്ത് കോൺഗ്രസിനെയും KSUവിനെയും ഒക്കെ പ്രസിഡന്റ് ഞാനും വിഷ്ണുനാഥും ഒക്കെ ആയിരുന്നു.
അപ്പോൾ സ്വാഭാവികമായിട്ട് അത് ഞങ്ങളുടെ പാർട്ടി ന്യൂനപക്ഷവും ഭൂരിപക്ഷവും ഒക്കെയുള്ള ഒരു രാഷ്ട്രീയ പ്രസ്ഥാനമായതുകൊണ്ട് ചിലപ്പോൾ ഹിന്ദുവും ചിലപ്പോൾ ക്രിസ്ത്യനും ചിലപ്പോൾ മുസ്ലിമും ഒക്കെ തന്നെ ഞങ്ങളുടെ പാർട്ടിയുടെ പോഷക സംഘടനയുടെയൊക്കെ ഭാരവാഹത്തിലേക്ക് കടന്നു വരും. അതിനെക്കുറിച്ച് ഓർത്ത് സിനിൽ മുണ്ടപ്പള്ളി വിഷമിക്കേണ്ട. പിന്നെ വെള്ളാപ്പള്ളി നടേശന്റെ പാർട്ടി അതുകൊണ്ടാണ് മുൻപ് ബഹുമാന്യനായ ശ്രീ എ കെ ആന്റണി സാറിനെ കേരളത്തിൽ കെട്ടിയെത്തിച്ചത്. അദ്ദേഹം മുഖ്യമന്ത്രിയായിരുന്നു പറഞ്ഞിട്ടുള്ള ഒരാളെന്ന നിലയിൽ പരാജയപ്പെടുത്തിയിട്ടുള്ള ഒരു പാർട്ടി ഞങ്ങൾക്ക് അതിനെക്കുറിച്ച് ആശങ്കയൊന്നുമില്ല. പിന്നെ അതോടൊപ്പം ഒരു കാര്യം, ഇത്തവണത്തെ തെരഞ്ഞെടുപ്പിനെ കുറിച്ച് പറഞ്ഞു. ഇത്തവണ ഞാൻ സംസാരിക്കട്ടെ. നിങ്ങൾ സംസാരിച്ചപ്പോൾ ഞാൻ സംസാരിച്ചില്ലല്ലോ. ഞാൻ സംസാരിച്ചതിന് ശേഷം മറുപടി പറയുന്നതല്ലേ ശരി? ലിജു പറയൂ. ലിജു പറയുന്നതാണ് കേൾക്കുന്നത്. പച്ചക്കള്ളമൊക്കെ വിളിച്ച് പറയാതെ യാഥാർത്ഥ്യം പറയൂ. ഹലോ, അതോടൊപ്പം 2 സ്ഥലത്തെ തെരഞ്ഞെടുപ്പിനെ കുറിച്ച് പറഞ്ഞു. ഒന്ന് തിരുവനന്തപുരവും ഒന്ന് ആലപ്പുഴയും. തിരുവനന്തപുരത്തെ തെരഞ്ഞെടുപ്പ് പരാജയത്തിൽ കൊല്ലമടക്കമുള്ള സ്ഥലങ്ങളിൽ നിങ്ങൾ വാഷൌട്ടായി പോയി. വിലയിരുത്തൽ ശരിയല്ല, അങ്ങനെയല്ല. വളരെ വ്യക്തമായ അനവധി കാരണങ്ങൾ ഞങ്ങളുടെ പാർട്ടി അതിനെ സംബന്ധിച്ച് പഠിച്ച് കൃത്യമായി മറുപടി നൽകും. പിന്നെ ആലപ്പുഴ ജില്ലയിൽ ശ്രീ വെള്ളാപ്പള്ളി നടേശന്റെ സ്വന്തം വാർഡിൽ ജയിച്ചതാരാ? സ്വന്തം വാർഡിൽ അതൊന്നും ഒരു ഉദാഹരണമേ അല്ല. എന്റെ കയ്യിൽ സൗണ്ട് ബൈറ്റ് ഉണ്ട്. BJP സഖ്യം കൊണ്ടുപോയത് ഞങ്ങളുടെ വോട്ടുകളാണെന്ന്. മുനിസിപ്പാലിറ്റി ഉൾപ്പെടെ ജയിച്ചത് കോൺഗ്രസ് പാർട്ടിയാണ്. അറിയാമോ നികേഷേ? ഞങ്ങളുടെ ഒരർത്ഥത്തിൽ ഞങ്ങൾക്ക് ഈ SNDP BJP സഖ്യം മൂലമുണ്ടായ ഒരു പാളിച്ച, ഞങ്ങളുടെ ചില വോട്ടുകൾ പോയില്ല എന്നുള്ള കാര്യം പോയിട്ടുള്ളതായി ഞാൻ അംഗീകരിക്കുന്നു. പക്ഷേ മതന്യൂനപക്ഷങ്ങൾക്കിടയിൽ ശ്രീ VS അച്യുതാനന്ദൻ നടത്തിയ അതിശക്തമായ ഞാൻ തുറന്നു സമ്മതിക്കുന്നു. VS അച്യുതാനന്ദൻ അദ്ദേഹത്തിന്റെ ശക്തമായ പദപ്രയോഗങ്ങൾ ഉപയോഗിച്ച് നടത്തിയ അതിശക്തമായ ആക്രമണം നിമിത്തം കുറച്ച് വോട്ടുകൾ UDFന് പരമ്പരാഗതമായി ചെയ്തുകൊണ്ടിരുന്ന ചില വോട്ടുകൾ LDFിലേക്ക് പോയി എന്നത് യാഥാർത്ഥ്യമാണ്. ആ യാഥാർത്ഥ്യം ഞങ്ങൾ തിരിച്ചറിയുന്നുണ്ട്. ഞങ്ങള് ഇത്തരം വർഗീയതയെ ചെറുക്കാൻ ഞങ്ങൾ മുൻപന്തിയിൽ തന്നെ കാണും. ഒരു സംശയവും വേണ്ട. ഒരു തരത്തിലും കോംപ്രമൈസ് ചെയ്യാതെ ഞങ്ങളുടെ അടിസ്ഥാന വോട്ടുകൾ ഞങ്ങളോടൊപ്പം ഉണ്ടാകും. ഇത് ഞങ്ങൾക്ക് നഷ്ടമുണ്ടാകില്ല എന്ന കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട. മുൻകാലങ്ങളിൽ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ കണ്ട പോലുള്ള ധ്രുവീകരണം പോലും അല്ല അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഉണ്ടാകാൻ പോകുന്നത്. ഇപ്പോൾ ഈ ജാഥ അവസാനിക്കുക ഒരു രാഷ്ട്രീയ പാർട്ടിയിലാണ്. ആ രാഷ്ട്രീയ പാർട്ടി NDAയിൽ ചേരുന്നു. BJP ഈ വെള്ളാപ്പള്ളി നടേശൻ്റെ പാർട്ടി എന്ന് പറയുന്ന വിധത്തിലൊരു ശക്തമായ ഒരു പരിധിവരെ കേരള കോൺഗ്രസ് എമ്മിനെ കൂടി അവർ റൂട്ട് ചെയ്യാൻ ആഗ്രഹിക്കുകയും അതിനുവേണ്ടിയുള്ള ശ്രമങ്ങൾ നടത്തുകയും ഒക്കെ ചെയ്യുന്നു. ആ നിലയിൽ കൃത്യമായ ഒരു ത്രികോണ മത്സരം നേരിടേണ്ടി വരും നിയമസഭാ തെരഞ്ഞെടുപ്പിൽ എന്നുള്ളത് പരമ്പരാഗതമായി നോക്കുകയാണ് എങ്കിൽ അത് എപ്പോഴും LDFനെയാണ് ബാധിക്കുക. കാരണം ഒരു ന്യൂനപക്ഷ ഓറിയൻറ്റേഷനുള്ള മുന്നണി എപ്പോഴും UDF ആണ്. ഭൂരിപക്ഷ വോട്ടുകൾ ഛിന്ന ഭിന്നമായി പോയാൽ സംഭവിക്കുക ദോഷം നിങ്ങൾക്ക് തന്നെയാണ്, LDFന് തന്നെയാണ്. അങ്ങനെ ഒരു ധാരണയാണ് അരുവിക്കര തെരഞ്ഞെടുപ്പിൽ പ്രാവർത്തികമാക്കിയതും ഇപ്പോഴ് ശ്രീ ലിജു ഇവിടെ ആവർത്തിച്ച് പറഞ്ഞതും. എന്നാൽ കഴിഞ്ഞ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ അതല്ല ഉണ്ടായത്. വോട്ട് ചോർന്നത് ഇവിടെയാണ്. കണക്കുകൾ നേരത്തെ ഞാൻ പറയാം. തിരുവനന്തപുരത്തിൻ്റെ കണക്കുണ്ട്, കോഴിക്കോടിൻ്റെ കണക്കുണ്ട്, ആലപ്പുഴയുടെ കണക്കുണ്ട്, മറ്റെല്ലാ കണക്കുകളും ഉണ്ട്. ചോർന്നത് കോൺഗ്രസിൻ്റെതാണ്. യഥാർത്ഥത്തിൽ ഇപ്പോഴിവർ തിരിച്ചറിഞ്ഞിരിക്കുന്നു BJP അപകടമാണ്, RSS അപകടമാണ്, വെള്ളാപ്പള്ളി പ്രതിനിധാനം ചെയ്യുന്ന ശിവസേനയുടെ രാഷ്ട്രീയം അപകടമാണ് എന്ന് തിരിച്ചറിഞ്ഞ് ഇപ്പോൾ വെപ്രാളപ്പെടുകയാണ്. പക്ഷേ ഞാൻ ചോദിക്കട്ടെ നികേഷ്, ഇന്ന് വരെ കേരളത്തിൽ കഴിഞ്ഞ UDF ഗവൺമെൻറ് അധികാരത്തിൽ വന്നതിന് ശേഷം 17 CPIM പ്രവർത്തകരെ കൊന്നു RSS. ഒരുപാട് അക്രമങ്ങൾ നടത്തി, കോൺഗ്രസ്സുകാരെ പോലും കൊന്നു. ഇന്ന് വരെ RSSനെതിരെ ഉമ്മൻചാണ്ടിയിൽ നിന്നോ രമേശ് ചെന്നിത്തലയിൽ നിന്നോ ഈ ലിജുവിൽ നിന്നോ ഒരു അക്ഷരം നമ്മൾ കേട്ടിട്ടുണ്ടോ? ഇല്ല. ഇവർ പ്രീണിപ്പിക്കുകയായിരുന്നു. ഇവർ പ്രീണിപ്പിച്ച് വെപ്രാളമാണ് ഇപ്പൊ കാണുന്നത്. ഇപ്പോഴും ഉമ്മൻചാണ്ടി പറയുന്നു, രമേശ് ചെന്നിത്തല പറയുന്നു, സുധീരൻ പറയുന്നു, ലിജു പറയുന്നു RSS മോശം, BJP മോശം എന്ന്. രമേശ് പറയട്ടെ, രമേശാണല്ലോ പറയേണ്ടത്. ഇവർക്കെതിരെ ഏതെങ്കിലും ഒരു ഘട്ടത്തിൽ കോൺഗ്രസിൽ നിന്ന് കേരളത്തിൽ വിമർശനം ഉണ്ടായിരുന്നു? രമേശ് പറയാൻ കഴിയില്ല. കാരണം അദ്ദേഹം സത്യസന്ധമായിട്ട് കാര്യങ്ങളെ കാണുന്ന ആളാണ്. അദ്ദേഹത്തിന് പറയാൻ കഴിയില്ല. ഇവർ പ്രീണനമാണ് തുടർന്നത്. ഇപ്പോ വെള്ളാപ്പള്ളിയിലൂടെ ഇവരുടെ വോട്ട് ചോർന്നു പോകുമെന്ന് കരുതുമ്പോ ഇവരാകെ വെപ്രാളപ്പെടുന്നു. ആ വെപ്രാളത്തിന്റെ പ്രതിഫലനമാണ്, തികട്ടലാണ് ഇപ്പൊ ഈ നിങ്ങളാണ് വെള്ളാപ്പള്ളിയുടെ എല്ലാ കാലഘട്ടത്തിലെയും കൂട്ടുകാർ. എല്ലാ കാലഘട്ടത്തിലെയും നിങ്ങളുടെ വെള്ളാപ്പള്ളിയുടെ കൂട്ടുകാർ നിങ്ങളായിരുന്നു.
എല്ലാ കാലഘട്ടത്തിലും ഈ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ പോലും ആലപ്പുഴയിൽ നിങ്ങൾ ഒരുമിച്ചായിരുന്നു വേദി പങ്കിട്ടത്. സുധീരനെയും KC-യെയും കോൺഗ്രസ് സ്ഥാനാർത്ഥികളെയും പരാജയപ്പെടുത്തുവാൻ വെള്ളാപ്പള്ളി നടേശന്റെ നേതൃത്വത്തിൽ ഒരു രാഷ്ട്രീയ പാർട്ടി കേരളത്തിലുണ്ടായാൽ ആ രാഷ്ട്രീയ പാർട്ടിയുടെ നിലപാടുകൾ വ്യക്തമാക്കി കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും ആ നിലപാടുകളോട് BJPക്ക് സമാനമാകുന്ന യോജിപ്പുണ്ടാകും. നാളെ അത്തരമൊരു ചർച്ച വന്നു കഴിഞ്ഞാൽ ആ രാഷ്ട്രീയ പാർട്ടിയെ സ്വാഗതം ചെയ്യുന്നതിൽ BJPക്ക് സന്തോഷമേ ഉള്ളൂ. രണ്ടാമത്തെ കാര്യം ഞാനിവിടെ പറയാം. നേരത്തെ ലിജുവും മനോജും ഒക്കെ സമ്മതിച്ചൊരു കാര്യമുണ്ട്. തദ്ദേശ ഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പിൽ ന്യൂനപക്ഷ വോട്ടുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും മാറിയതാണ് വിജയവും പരാജയവും ഉണ്ടായത്. അതെന്തുകൊണ്ടാണ് മാറിയത്? ഇപ്പൊ ലിജു തന്നെ സമ്മതിച്ചു, ഞങ്ങൾ VS അച്യുതാനന്ദനെ പോലെ ഞങ്ങൾ BJPയെ കടന്നാക്രമിച്ചില്ല, അതുകൊണ്ട് ന്യൂനപക്ഷം അങ്ങോട്ട് പോയി. ഞങ്ങൾ കാലാകാലമായിട്ട് പറയുന്നത് ഇത് തന്നെയാണ്. BJP എന്ന പേര് ഉയർത്തിക്കാട്ടിക്കൊണ്ട് ന്യൂനപക്ഷ വോട്ടുകൾ സമാഹരിക്കുക എന്നുള്ളതാണ് കാലാകാലമായി ഇവർ സ്വീകരിക്കുന്ന സമീപനം. അതൊരു തെരഞ്ഞെടുപ്പിൽ CPM സ്വീകരിക്കും, ഒരു തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് സ്വീകരിക്കും. അപ്പോൾ അതൊരു പോസിറ്റീവായിട്ടുള്ള രാഷ്ട്രീയമല്ലല്ലോ, നെഗറ്റീവായ രാഷ്ട്രീയമല്ലേ? എന്നിട്ട് ഇതിനെ രണ്ടിനെയും മറികടന്നുകൊണ്ട് ഞങ്ങൾ ജയിച്ചാലോ? ഞങ്ങളെ തോൽപ്പിക്കാൻ വേണ്ടി ഇവർ രണ്ടുപേരും ഒരുമിച്ച് കൂടും. ഈ തദ്ദേശ ഭരണ സ്ഥാപനങ്ങളിലെ തെരഞ്ഞെടുപ്പിന് ശേഷം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റുമാരെയും വൈസ് പ്രസിഡന്റുമാരെയും തെരഞ്ഞെടുത്തു. ഞാൻ ചോദിക്കട്ടെ, ഒരു ചർച്ചയിൽ ലിജു എന്നോട് പറഞ്ഞിരുന്നു ഞങ്ങൾ എവിടെയും CPM-നെ സഹായിക്കില്ല എന്ന്. എത്ര സ്ഥലത്ത് ലിജു നിങ്ങളുടെ പാർട്ടി സഹായിച്ചു CPM-നെ? മനോജ്, ശ്രീ M. ലിജു, ശ്രീ അക്കീരമൺ, ഒപ്പം തന്നെ സിനിൽ മുണ്ടപ്പള്ളി ഈ ചർച്ചയിൽ പങ്കെടുത്തതിന് നന്ദി. 8 അവർ അവസാനിക്കുന്നു. നമസ്കാരം.